ണ്ട് അതിനോട് മമത വെക്കേണ്ടതുണ്ട്. പരിശുദ്ധ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസുകളിൽ കാണാം, ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ. സ്വരാജ്യ സ്നേഹം എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗത്തിൽപ്പെട്ടതാണ് എന്ന് പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ ഈ രാജ്യസ്നേഹം മാത്രമല്ല ഒരു മുഅ്മിനിന് ഉണ്ടാവേണ്ടത്, അവൻ്റെ സമൂഹത്തോട് മാത്രമല്ല അവന് പ്രതിബദ്ധതയുള്ളത്, രാഷ്ട്രീയം അത് മാത്രമല്ല നമുക്ക് പരിപൂർണമായി ബന്ധപ്പെടേണ്ടതും, മറിച്ച് നമ്മുടെ സ്വന്തം കുടുംബത്തോട് അഥവാ മാതാപിതാക്കളോട്, മക്കളോട് നമുക്കൊരുപാട് ബാധ്യതകൾ, കടപ്പാടുകൾ പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ പരിഗണിച്ചെങ്കിൽ മാത്രമേ സ്വർഗം അല്ലാഹു നമുക്ക് നൽകുകയുള്ളൂ. മക്കൾക്ക് മാതാപിതാക്കളോട് ഒരുപാട് ബാധ്യതകൾ ഉള്ളതുപോലെ മാതാപിതാക്കൾക്ക് മക്കളുടെ മേലും ഒരുപാട് ബാധ്യതകൾ പരിശുദ്ധ ഇസ്ലാം വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സംവദിക്കേണ്ടുന്നത് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ കുറിച്ചാണ്. ആദ്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രവാസ സുഹൃത്തുക്കളോട്, സഹോദര സഹോദരിമാരോട്, നമ്മൾ എത്ര നന്മകൾ ചെയ്താലും അത് പരിപൂർണമായ തലത്തിലേക്ക് എത്തുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾക്ക് നമ്മൾ എത്ര നന്മ ചെയ്താലും ഇസ്ലാമിക വീക്ഷണത്തിൽ അത് പരിപൂർണ തലത്തിലേക്ക് എത്തുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ കടമകളും ബാധ്യതകളും സ്വന്തം വാപ്പയോടും ഉമ്മയോടും ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ പറയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വര്യൻ വന്നിട്ട് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരനായ വ്യക്തി പറയുകയാണ്, നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാകുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ അവിടെ പ്രവാചകനുമായി സംവദിക്കുന്നത്, അള്ളാഹിന്റെ റസൂലുമായി സംവദിക്കുന്നത്. ജാഅ റജുലുൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് നബിയോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, നബിയേ ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്സിഗരി. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നന്മകൾ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. ചെറുപ്രായത്തിൽ അവർ എനിക്ക് വേണ്ടി ചെയ്തതാകുന്ന നന്മകൾക്ക് പകരമായി ഇന്ന് ഞാൻ എൻ്റെ മാതാപിതാക്കൾ പ്രായം ചെന്നപ്പോ അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, അവർക്ക് വസ്ത്രം നൽകുന്നുണ്ട്. അവർക്ക് ഭക്ഷണം നൽകുന്നതും വസ്ത്രം നൽകുന്നതോടൊപ്പം അവർക്ക് മാസം ഞാൻ സാമ്പത്തികവും നൽകുന്നുണ്ട്. നമുക്കൊക്കെ ചോദിക്കാനുള്ളൊരു ചോദ്യ, മാസാമാസം ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഞാനൊരു തുക അയച്ചു കൊടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണവും കൊടുക്കുന്നുണ്ട്, വസ്ത്രവും കൊടുക്കുന്നുണ്ട്, പാർപ്പിടവും കൊടുക്കുന്നുണ്ട്. പിന്നെന്താ ഉസ്താദ് ഇതിന് കൂടുതൽ കടപ്പാടുകൾ മാതാപിതാക്കളോട്? അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിച്ചതൊന്നു തന്നെയാണ്. അള്ളാഹിന്റെ റസൂലിനോട് തുറന്നു ചോദിക്കുക, പ്രവാചകനോട് വന്ന് തുറന്നു പറയുക അനുയായി, ഇന്ന അബവയ്യ ബലഗാ മിനൽ കിബർ വ ഇന്നി ഔലി മിൻഹുമാ മാ വലിയ മിനസ്സിഗരി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് ചോദിക്കുകയാണ്, നബിയേ, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എനിക്ക് വേണ്ടി ഒരുപാട് നന്മകൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന് പകരമായിട്ട് ഇന്ന് ഞാൻ അവർക്ക് ഒരുപാട് നന്മകൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്, അവർക്ക് വസ്ത്രം നൽകുന്നുണ്ട്, അവർക്ക് സുന്ദരമായ അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് അതിൽ ഉല്ലസിക്കാനുള്ള സൗഭാഗ്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നബിയേ, ഫഹൽ ഖളൈതു ഹഖ്ഖഹുമാ, എന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചവനായിട്ടില്ലയോ, ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് ചോദിക്കുമ്പോ, പ്രവാസ സുഹൃത്തുക്കളാകുന്ന സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന സഹോദരിമാരെ, ഒരു വേള നമുക്കുമുള്ള ചിന്തയും ഇത് തന്നെയാവും. എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ പാർപ്പിടം കൊടുത്തു,
എൻ്റെ ഉപ്പ പണ്ട് കുടിലിലാണ് താമസിച്ചത്. ആ കുടിലിന് പകരം സുന്ദരമായ നല്ല വാർക്ക കെട്ടിടം, കോൺക്രീറ്റിന്റെ സൗധം ഞാൻ പണിതു കൊടുത്തു. ഈ അറബ് നാട്ടിൽ വന്നുകൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നല്ല സുന്ദരമാകുന്ന വീട് ഞാൻ എൻ്റെ വാപ്പയ്ക്ക് വെച്ചു കൊടുത്തു. എയർ കണ്ടീഷൻ റൂമും അതിൽ ഞാൻ വാപ്പയ്ക്ക് കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും വാപ്പയ്ക്കും ഉമ്മയ്ക്കും നൽകി. ഭക്ഷണം വേണമെങ്കിൽ അതിനുള്ള സൗകര്യം അതിന് വേലക്കാരിയെ കൊടുത്തു. അത് വെച്ചു കൊടുക്കാനും വിളമ്പാനും ഒരുപാട് ജോലിക്കാരെ ഞാൻ വീട്ടിൽ കൊടുത്തു. വീട് അടിച്ചു വാരാനും ഞാൻ ഒരുപാട് ജോലിക്കാരെ നൽകി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വാപ്പയോടും ഉമ്മയോടുമുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടില്ലോ എന്ന് മനസ്സിൽ ചോദിക്കുന്ന സഹോദര, 1500 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകന്റെ തിരുസവിധത്തിൽ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് വന്നുകൊണ്ട് ചോദിച്ചു പോയി ഇതേപോലെ, യാ റസൂലല്ലാഹ്, എന്റെ പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് എല്ലാ സൗഭാഗ്യവും ഞാൻ തിരിച്ചു കൊടുത്തു നബിയേ. എനിക്ക് ചെറുപ്രായത്തിൽ അവർ ചെയ്തിരുന്നതാകുന്ന ഏതൊക്കെ വസ്തുതകളുണ്ട്, ഏതൊക്കെ നന്മകളുണ്ടോ അതിനെല്ലാം ഞാൻ പകരം നൽകി നബിയേ. ഫഹൽ ഖളൈതു ഹഖ്ഹുമാ, എന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഞാൻ നിർവഹിച്ചിട്ടില്ലോ എന്ന് നബിയോട് ചോദിച്ചപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു അത്രേ, ലാ, ഇല്ല ഇല്ല, ഒരിക്കലും നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടുള്ള ബാധ്യത നീ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങളായി മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുത്തതാകുന്ന നന്മകൾക്ക് ഞാൻ പരിപൂർണമായി മാതാപിതാക്കളോട് കടപ്പെട്ടില്ലയോ എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ലാ, ഒരിക്കലുമില്ല. എന്തേ കാരണമെന്നറിയോ? ആ കാരണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമുക്ക് നൽകുന്നതാകുന്ന ഒരു സ്നേഹവുമാണ് അത് പ്രവാചകൻ ആ വചനത്തിലൂടെ നമുക്ക് തിരിച്ചു നൽകുന്നത്. വല്ലാത്തൊരു മറുപടി ആ പ്രവാചകൻ ആ ചെറുപ്പക്കാരന് കൊടുത്തത്. فقال رسول الله صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പ്രവാചകൻ പറയുകയാണ്, ഫഇന്നഹുമാ كانا يفعلان ذلك وهما تحبان بقاك وأنت تخدم لهما تريد موتهما. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് തുറന്നടിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോനെ, നീ എന്നോട് ചോദിച്ചല്ലോ മാതാപിതാക്കൾക്ക് ഞാൻ കൊടുത്ത നന്മകൾ പരിപൂർണമായില്ലോ എന്ന്. എന്നോട് ചോദിച്ച നിന്നോട് ഞാൻ പറയുന്നു, ഒരിക്കലും പരിപൂർണമല്ല. എന്തേ കാരണമെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നിനക്ക് വേണ്ടി ചെയ്തതാകുന്ന സേവനങ്ങൾ, നിനക്ക് വസ്ത്രം അലക്കിയതും നിനക്ക് ഭക്ഷണം പാചകം ചെയ്തതും നിനക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും നീ പനിച്ചു കിടന്ന രാവിൽ നിന്നോടൊപ്പം പനിച്ചു കിടന്നതായ പ്രിയപ്പെട്ട ഉമ്മ പ്രഭാത സമയത്ത് നിന്റെ വീട്ടിൽ വാപ്പയില്ലാത്ത നേരത്ത് അയൽവക്കത്തുള്ളതാകുന്ന മഹറമാകുന്ന സഹോദരനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതുമെല്ലാം തന്നെ തുഹിബ്ബാനി ബഖാക. ഈ ദുനിയാവാകുന്ന കാലഘട്ടത്തിൽ ആ കുറഞ്ഞതാകുന്ന കാലഘട്ടമാകട്ടെ, 60 70 വയസ്സുള്ള കാലഘട്ടമാകട്ടെ, ആ കാലം അത്രയും നീ ദുനിയാവിൽ ആരോഗ്യത്തോടുകൂടി ശേഷിക്കണമെന്നുള്ള ചിന്ത നിന്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ വഅന്ത തഖ്ദിമു ലഹുമാ, നീ നിന്റെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യുന്നതോ നിന്റെ മാതാപിതാക്കൾക്ക് നീ ഖിദ്മത്ത് എടുക്കുന്നതോ തുരീദു മൗതഹുമാ, നിന്റെ മാതാപിതാക്കളുടെ മരണം ഉദ്ദേശിച്ചല്ലയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ നീ എന്ന് വാപ്പ പറയുമ്പോ, ഈ വാപ്പയൊന്ന് മരിച്ചിരുന്നെങ്കിലെന്ന് ചിന്തിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിലില്ലയോ? ഈ ഉമ്മയ്ക്ക് സുഖമില്ലാതെ എത്ര നാളായി ഞാൻ നോക്കി മടുത്തു റബ്ബേ, ഇതൊന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിലില്ലയോ? 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയോട് തുറന്നു പറയുന്നത്,
സത്യത്തിൽ ഈ കാലഘട്ടത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടില്ലയോ? നമ്മുടെ മക്കളിലേക്ക് ചേർത്ത് നോക്കിയിട്ടല്ലയോ? പ്രവാസ ലോകത്തെ ജീവിതം മുഴുവൻ മതിയാക്കി 50 വർഷവും 30 വർഷവും 40 വർഷവും തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെട്ടിട്ട് അധ്വാനിച്ച് സുഖമില്ലാതെ പ്രഷറും ഷുഗറുമായി വീട്ടിലേക്ക് വാപ്പ കടന്നു വരുമ്പോ, ഉമ്മ കടന്നു വരുമ്പോ, അസ്ഥിക്ക് തേയ്മാനമായി ഉമ്മ കടന്നു വരുമ്പോ, തൈറോയ്ഡ് ബാധിതയായിട്ട് ഉമ്മ കടന്നു വരുമ്പോ, ആ പ്രിയപ്പെട്ട ഉമ്മയോട് തന്റെ പ്രിയപ്പെട്ട മക്കൾ കൊടുക്കുന്ന പ്രതികാര വാഞ്ചനയാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്. ഈ ഉമ്മയൊന്ന് മരിച്ചാൽ മതിയായിരുന്നു റബ്ബേ, ഈ ഉപ്പ എങ്ങനെയെങ്കിലും ഒന്ന് മരണപ്പെട്ടു പോയാൽ മതിയായിരുന്നു റബ്ബേ. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് വേണ്ടിയാണ് അറബിയുടെ ചീത്തവിളി കേട്ടത്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് വേണ്ടിയാണ് എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് പെരുവയലത്ത് നിന്നത്. 50 ഡിഗ്രി സെൽഷ്യസിന് ചൂടിന് മുകളിലായിട്ട് പോലും തന്റെ വാപ്പ ലീവ് നീട്ടിവെച്ചത് എന്തിനു വേണ്ടിയാണ്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് ആ മാസത്തോട് കിട്ടുന്നതാകുന്ന ശമ്പളം കൊണ്ട് ആ പൊന്നുമോന്റെ വിദ്യാഭ്യാസത്തിന് ഒരു കുറവും വരരുത്. എനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുക്കണം, മോൾക്ക് കൊടുക്കണമെന്ന് ആശ വെക്കുന്ന വാപ്പയ്ക്ക് അവസാനം കിട്ടുന്നത് എന്താണ്? ആ വാപ്പ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കളല്ലയോ, മക്കളല്ലയോ? അല്ലാഹുവിന്റെ റസൂല് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഈ ആയുസ് മുഴുവനും നീ ഖിദ്മത്തെടുത്താലും ഒരിക്കലും അവർ നിനക്ക് വേണ്ടി ചെറുപ്പത്തിൽ ചെയ്തതാകുന്ന ഒരുപാട് നന്മകളുണ്ടായിരുന്നു, ഒരുപാട് സ്നേഹമുണ്ടായിരുന്നു, അതിന് പകരമാവുകയില്ല, അതിന് പകരമാവുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദര. കസയിലിരുന്നു കൊണ്ട് വയത് കേൾക്കുന്ന ഉമ്മ, വീട്ടിലിരിക്കുന്ന പൊന്നുമോന്റെ സൗഭാഗ്യങ്ങൾ നിങ്ങൾ വാങ്ങിക്കൊടുത്തതല്ലയോ, നിങ്ങൾ നൽകിയതല്ലയോ? ആ സൗഭാഗ്യങ്ങൾ മുഴുവനും ആസ്വദിച്ച് നിങ്ങൾ കൊടുത്ത ടിവിയും ഫ്രിഡ്ജും, നിങ്ങൾ നൽകിയ അമ്പരചുംബികളായ മണിമേടകളും, നിങ്ങൾ നൽകിയ എയർ കണ്ടീഷൻ റൂമും, നിങ്ങൾ നൽകിയ സർവ്വ സൗഭാഗ്യങ്ങളെയും തള്ളിക്കളയുന്ന വചനമല്ലയോ മകൻ പറയുന്നത്? ഈ വാപ്പയും ഉമ്മയും ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഇവരെ നോക്കാൻ എനിക്ക് സമയമില്ല. അവന്റെ ബിസിനസ് ശൃംഖല വ്യാപിച്ചു പോയിരിക്കുകയാണ്. വാപ്പയാണ് അവന് ബിസിനസ് തുടങ്ങാനുള്ള പണം അവന് നൽകിയത്. പക്ഷേ ആ വാപ്പയെ അവൻ മറക്കുകയാണ്, ഉമ്മയെ അവൻ വെറുക്കുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള മക്കളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ജീവിതമൊക്കെ മതിയാക്കിയിട്ട് നാട്ടിലൊരു 10 കൊല്ലം ജീവിക്കണമെന്ന് ആശയമുള്ളവരായിരിക്കും എൻ്റെ മുന്നിൽ അധികവും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കാരണം എന്താ, അവസാനം ഒരു 10 വർഷമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളോടൊപ്പം ജീവിക്കണം, കുടുംബത്തോടൊപ്പം കഴിയണം, നാട്ടിൽ കഴിയണം. ഇവിടെ കുടുംബത്തോടൊപ്പം കഴിയുന്നവരുടെ കാര്യമല്ല, അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയുന്നു. അത്തരത്തിലുള്ളതാകുന്ന ആളുകൾ അവസാനം നാട്ടിലെത്തുമ്പോൾ സുഖമില്ലാതിരിക്കുന്നതാകുന്ന വാപ്പയും ഉമ്മയോടുമുള്ളതാകുന്ന ചിന്തയാണ്. ആരുടെ ചിന്ത? മക്കളുടെ ചിന്തയാണ്. ഈ സുഖമില്ലാതെ ഇങ്ങനെ നോക്കാൻ എങ്ങനെയാ? അദ്ദേഹം ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു, ഈ ഉമ്മ ഒന്ന് മരിച്ചാൽ മതിയായിരുന്നു. നമുക്കൊരു അസുഖം വന്നാൽ, നമ്മുടെ പല്ലിനൊരു സുഖമില്ലാവുന്ന പല്ലുവേദന വന്നു, ചെറിയ പ്രശ്നം വന്നു, നമ്മളെന്താ ചെയ്യുക? വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകും, അല്ലേ? ഇല്ലെങ്കിൽ അതിന് പറ്റിയതാകുന്ന മരുന്ന് നമ്മൾ വാങ്ങിക്കഴിക്കും. പക്ഷെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു പല്ലുവേദന വന്നു, സുഖമില്ലാതെ വന്നു, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഡേറ്റ് വന്നാൽ എത്ര വട്ടം, എത്ര പ്രാവശ്യം നമ്മുടെ കാല് പിടിക്കണം? ചിന്തിച്ചു നോക്ക്. മക്കളുടെ കാല് പിടിക്കണം, അനിയന്മാരുടെ കാല് പിടിക്കണം, എത്ര പ്രാവശ്യം അവർ പറയും അവരൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സമയമായി, ഡേറ്റായി. പലവട്ടം പറയുന്നു. വാഹനം വീട്ടുമുറ്റത്തുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, റോഡ് സൗകര്യമുണ്ട്, നല്ല നല്ല ഹോസ്പിറ്റലുകളുമുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നില്ല. എന്താ കാര്യം? എന്തിനിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് വേഗം എങ്ങനെയെങ്കിലും തീർന്നു കിട്ടിയ പരിപാടി കഴിഞ്ഞല്ലോ. ഇതാണ് ചിന്ത എങ്കിൽ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, എത്ര ഖിദ്മത്തെടുത്താലും ഒരിക്കലും പരിപൂർണമാവൂല സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. മഹാനവറുകൾ പരിശുദ്ധമാകുന്ന ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി. ഹജ്ജിന് വേണ്ടി നിർബന്ധമാകുന്ന തവാഫുണ്ട്, ഇഫാദത്തിൻ്റെ തവാഫ് എന്നാണ് അതിന് പറയുക. ആ നിർബന്ധമാകുന്ന തവാഫ് കഅബ പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ്, ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുന്നു. ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട്, ഉമ്മയോടുള്ള സ്നേഹം, സുഖമില്ലാത്ത ഉമ്മയാണ്, ആ ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്തു. ഇപ്പോഴല്ല, 1400 കൊല്ലം മുമ്പ് പ്രവാചകന്റെ കാലഘട്ടത്തിലാണ്.
ഇപ്പോഴാണെങ്കിൽ വീൽ ചെയർ സൗകര്യമുണ്ട്. 400 റിയാൽ കൊടുത്താൽ അല്ലെങ്കിൽ 500 റിയാൽ കൊടുത്താൽ തവാഫും ചെയ്യിക്കും സഹിയും ചെയ്യിക്കും. 10,000 രൂപ നാട്ടിൽ പോയി കിട്ടും. ഉമ്മായോ അല്ലെങ്കിൽ വാപ്പായായിരിക്കും തവാഫ് ചെയ്യിച്ച് കിട്ടും. പഴയ കാലഘട്ടത്തിലാണെങ്കിൽ എന്ത് ചെയ്യും? ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യും. അപ്പോൾ നിയ്യത്ത് അവർക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെയാണ് നിയ്യത്ത്. അവിടെ മസല പറയുന്നുണ്ട്, ആർക്ക് വേണ്ടിയാണ് തവാഫ് ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് കരുതണം. അങ്ങനെ ഉമ്മാക്ക് വേണ്ടി അദ്ദേഹം നിയ്യത്ത് ചെയ്തിട്ട് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ടു. അന്നഹു റആ റജുലൻ യമാനിയാ, യമൻകാരനായ ഒരു ചെറുപ്പക്കാരനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുകയാണ്. ആ ചെറുപ്പക്കാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇന്നി ലഹാ ബഈറും മുദല്ലലൂ ബഈറും മുദല്ലലൂ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ നിന്നിനും നിസാരനുമായ ഒരു കഴുതയെ പോലെയാണ്, ഒരു കോവർ കഴുതയെ പോലെയാണ്. ഉമ്മ എവിടെ വിളിച്ചാലും ഞാൻ പോകും. സുഖമില്ലാത്ത ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ തവാഫ് ചെയ്യുന്നത് കാണുന്നില്ലയോ? ഫഹൽ ഖളൈതു ഹഖഹാ ഹൽ തറാനി ജസൈതുഹാ, എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പരിശുദ്ധമാകുന്ന കഅബയെന്ന കൺകുളിർക്ക് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോ ആ ഉമ്മയ്ക്കിതാ ആഗ്രഹം പൂർത്തീകരണം നൽകിക്കൊണ്ട് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുകയാണ്. യമനിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നു. സുഖമില്ലാത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഞാൻ തവാഫ് ചെയ്യുകയാണ്. എന്നെ നിങ്ങൾ കാണുന്നില്ലയോ? അല്ലയോ പ്രിയപ്പെട്ട ഇബ്നു ഉമറേ, എന്റെ ഉമ്മയ്ക്ക് ഞാൻ ഒരു കഴുതയെ പോലെ നിന്നു കൊടുക്കുകയാണ്. എന്റെ ഉമ്മയെ ചുമടായിട്ട് കണക്കാക്കിയിട്ട് ഞാൻ ഉമ്മയെ ചുമന്നുകൊണ്ട് പരിശുദ്ധമാകുന്ന കഅബ 1.5 മണിക്കൂർ സമയമെടുത്തുകൊണ്ട് തിക്കും തിരക്കും വിട്ടുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ തവാഫ് ചെയ്യുകയാണ്. ഹൽ തറാനി ജസൈതുഹാ, എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ലോ എന്ന് ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഫഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തു, ലാ ലാ, ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. നിന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് പരിശുദ്ധമാകുന്ന കഅബയെന്ന് കാണണമെന്ന് ആശ വെച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന കഅബയുടെ കില്ലയെന്ന് പിടിച്ച് പൊട്ടിക്കറിയണമെന്ന് ആശ വെച്ചപ്പോ ആ ആശ പൂർത്തീകരിക്കാൻ വേണ്ടി കഅബ കാണിക്കുകയും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഹജ്ജിന് നിർബന്ധമാകുന്ന തവാഫ് ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്തതുകൊണ്ട് നിന്റെ ഉമ്മയോടുള്ള ബാധ്യത നീ പരിപൂർണമായി നിർവഹിച്ചിട്ടില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രവാസികളാകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഠിക്കണേ, മനസ്സിലാക്കണേ. വാപ്പയും ഉമ്മയും ആവശ്യപ്പെടുന്നു, പൊന്നുമോനെ എനിക്ക് കഅബയെന്ന് കാണണം മോനെ, എനിക്ക് കഅബയെന്ന് കാണണം മോനെ. പാവപ്പെട്ടതാകുന്ന ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സൗദിയിലേക്ക് ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പരിശുദ്ധമാകുന്ന കഅബ കാണിച്ചുകൊണ്ട് തവാഫ് ചെയ്ത് ഹജ്ജും ഉംറയും നിർവഹിപ്പിച്ചിട്ട് എന്റെ വാപ്പയ്ക്ക് ഞാൻ കൊടുക്കേണ്ട സൗഭാഗ്യങ്ങൾ മുഴുവൻ നൽകിയെന്ന് നീ അവകാശപ്പെടാൻ വരട്ടെ. അതിനേക്കാൾ വലുത് നീ ഫ്ലൈറ്റിൽ മറ്റൊരാൾ പൈലറ്റായി ഓടിച്ച് അതിൽ നിന്റെ വാപ്പയും ഉമ്മയും കയറ്റിയിരുത്തി അവിടെ ചെന്ന് സുന്ദരമാകുന്ന വീൽ ചെയറിൽ വാപ്പയും ഉമ്മയും മറ്റുള്ളവരെ തള്ളിച്ചു കൊണ്ടുപോകുന്നതിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, പരിപൂർണമായി ഒരിക്കലും അവർക്കുള്ള നന്മകൾ നീ ചെയ്തവനേ അല്ല. പരിപൂർണമായി നീ നന്മ ചെയ്ത ഗണത്തിൽ നീ പെട്ടിട്ടില്ല. സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്തവർക്ക് പോലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകൾ മുറുകെ പിടിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കലും ബാധ്യതകൾ നിർവഹിച്ചിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ വാപ്പയും ഉമ്മയും നമ്മുടെ സമ്പത്ത് കൊണ്ട്, അള്ളാഹു നൽകിയ സമ്പത്ത്
പടച്ച റബ്ബ് നൽകിയ സമ്പത്താ. നമ്മളതിനെ അധ്വാനിച്ചെങ്കിലും അള്ളാഹു ആ സമ്പത്ത് നമുക്ക് നൽകി. ആ സമ്പത്ത് മുഖേന വാപ്പയും ഉമ്മയും കൊണ്ടുപോയിട്ട് നമ്മൾ ഹജ്ജ് ചെയ്യിച്ചു, അല്ലെ ഉംറ ചെയ്യിച്ചു. ഞാൻ എൻ്റെ വാപ്പായോടും ഉമ്മായോടുള്ള ബാധ്യതകളൊക്കെ നിർവഹിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും വേണ്ട. കാരണം എന്താ, ഏറ്റവും വലിയതാകുന്ന അവരുടെ സ്വപ്നമായിരുന്നു ഹജ്ജ് ചെയ്യിക്കുക, ഉംറ ചെയ്യിക്കുക. അതിൽ അവരുടെ ദുആ ഉണ്ട് നിനക്ക്, അതിൽ നിനക്ക് കൂലി കിട്ടും. പക്ഷെ നീ അവരോടുള്ള ബാധ്യതകൾ പരിപൂർണമാക്കിയോ? അത് നീ വീട്ടിയെന്ന് കരുതണ്ട, ഇനിയും കിടക്കുക. ആര് പറയുക? ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചുരുക്കത്തിൽ അവരോടുള്ള ബാധ്യതകൾ എത്ര നിർവഹിച്ചാലും അത് നമ്മുടെ ഈ ദുന്യവിയായ ജീവിതത്തിൽ അവർ നമുക്ക് ചെറുപ്പത്തിൽ നൽകിയതിന് പകരമാവുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് അള്ളാഹിൻ്റെ റസൂൽ കൊടുത്തു 4 ഉപദേശം. 4 ഉപദേശമാണ് പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദാ എന്ന സ്വഹാബിക്ക് വിളിച്ചിട്ട് കൊടുക്കുന്നു. ഈ 4 ഉപദേശം നിന്റെ ജീവിതത്തിൽ നീ കൃത്യമാക്കിയാൽ, കറക്റ്റായി നീ കൊണ്ടുവന്നാൽ നിന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. മാത്രമല്ല ദുന്യവിയും ആഖിറവുമാകുന്ന ജീവിതവും സന്തോഷകരമാകും. സയ്യിദുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ ആദ്യമായിട്ട് കൊടുക്കുന്ന ഉപദേശം, ഒരു വാപ്പ തൻ്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കേണ്ട ഉപദേശം അത് തന്നെയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാ തുശ്രിക് ബില്ലാഹ്. അല്ലയോ അബൂദർദായെ, അല്ലാഹുവിനോട് നീ പങ്കു ചേർത്ത് ആരാധിക്കരുതേ. അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തുവിനെയും ആരാധ്യ വസ്തുവായിട്ട് കാണരുത്. ആര് പറയുക? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. ആദരവും ആരാധനയും രണ്ടും രണ്ടാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, അമ്പിയാക്കളെ, മഹത്തുക്കളെയൊക്കെ നമ്മൾ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ഒരിക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശധീരരാകുന്ന പ്രവർത്തകരാകുന്ന നമ്മൾ ഒരാളും തന്നെ അവരെ ആരാധിക്കുന്നില്ല. ആരാധന റബ്ബിനോട് തന്നെയാണ്. പലരും ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. അത് ആരാധിക്കാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ ഔലിയാക്കളുടെ മുന്നിൽ പോയിട്ട് ആദരവ് വെക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വ്യക്തമാക്കി നൽകുന്നത്. ആദരവും ആരാധനയും രണ്ടും രണ്ടാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ, മഹത്തുക്കളെയൊക്കെ നമ്മൾ ആരാധിക്കുകയല്ല, ആദരവ് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഖബറിങ്കൽ പോയി നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ആ ഖബർ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം യഗ്ഫിറുല്ലാഹു ലനാ വലക്കും എന്ന് പറഞ്ഞതിന് ശേഷവും നസ്അലുല്ലാഹു ലനാ വലക്കും അൽ ആഫിയ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്ന സമയത്ത്, പ്രാർത്ഥിക്കുന്ന സമയത്ത്, അതിനുശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പോ ആ ഖബറിനെ ചുംബിക്കുമ്പോൾ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു, ഇമാം നവവി തങ്ങളടക്കമുള്ള ഉലമാക്കൾ, അവൻ്റെ നെറ്റിത്തടം ഖബറിൽ വെക്കാൻ പാടില്ല. ഒരുപാട് ആളുകൾ അശ്രദ്ധരായി പോകാറുണ്ട് ഈ വിഷയത്തിൽ. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മക്ബറുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ, മഹത്തുക്കളുടെ മക്ബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ ചുംബിക്കൽ സുന്നത്താണെന്ന് പറഞ്ഞെടുത്ത് തന്നെ ചുംബിക്കാൻ പോകുമ്പോൾ ചുണ്ട്, 2 അധരങ്ങൾ കൊണ്ടുള്ള ചുംബനമാണ് ചുംബിക്കൽ. അതുകൊണ്ട് തന്നെ നെറ്റിത്തടം അവിടെ വെക്കാൻ പാടില്ല എന്ന് ഉലമാക്കൾ വ്യക്തമാക്കുന്നു. തിത്തടം വെച്ചാൽ എന്തായി? അത് സുജൂദായി മാറുകയാണ്. അപ്പോൾ അള്ളാഹു അല്ലാത്ത മറ്റുള്ള വസ്തുക്കളെ ആരാധിക്കലായി മാറുകയാണ്. ഇവിടെയാണ് പ്രശ്നം. അധിക ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വസ്തുതയാണ്. ഏറ്റവും നല്ലത് ഇത്തരത്തിലുള്ള മക്ബറകൾ, മഹത്തുക്കളുടെ മക്ബറകൾ നമ്മൾ ചുംബിക്കാതിരിക്കലാണ്, മറ്റൊന്നും കൊണ്ടല്ല. ചുംബിക്കൽ തെറ്റായതുകൊണ്ടോ അല്ലെങ്കിൽ ചുംബിക്കൽ സുന്നത്തില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ സുന്നത്താണ്. പക്ഷേ നമ്മുടെ പിറകിൽ വന്നുകൊണ്ട് നോക്കുന്ന ആളുകൾ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ സുജൂദ് ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. നമ്മൾ ദീനുള്ള ആളുകൾ, മതബോധമുള്ള ആളുകൾ, പരിശുദ്ധമാകുന്ന ദീനിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും ആഴ്ചകൾ തോറും ഒരുപാട് വിഷയങ്ങളുമൊക്കെ കേൾക്കുന്നവരും ചർച്ച ചെയ്യുന്നവരുമാകുന്നു നമ്മൾ. നാട്ടിലെത്തി അല്ലെങ്കിൽ നമ്മൾ എത്തരത്തിലുള്ളതാകുന്ന ഔലിയാക്കളുടെ മക്ബറുകൾ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ സുജൂദാണെന്ന് പുറകിലുള്ളവർ പ്രഥമ ദൃഷ്ടിയാ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഏതുമായിക്കോട്ടെ, ആരാധനയും ആദരവും രണ്ടും രണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ആദ്യമായിട്ട് കൊടുക്കുന്നത് അല്ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെയും നീ ആരാധിക്കരുതേ എന്ന് നബിയുനാ
റസൂലുള്ളാഹി ഇൻ ഖുതിൽത ഔ ഹുർഖത. നിന്നെ ശത്രുക്കൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കുന്നതിന് വേണ്ടി നിന്നെ പിടിച്ച് കരിച്ചു കളഞ്ഞാലും നിന്നെ വധിച്ചു കളഞ്ഞാലും റബ്ബിനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെയും നീ ആരാധിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിൽ 114 സൂക്തങ്ങളിൽ സൂറത്തുൽ ലുഖ്മാൻ എന്ന അധ്യാപനമുണ്ട്. ആ അധ്യായത്തിലൂടെ ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകന് കൊടുക്കുന്ന പ്രഥമ ഉപദേശവും അത് തന്നെയല്ലയോ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ബഹുമാനപ്പെട്ട ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിച്ചു അത്രേ, അല്ലയോ പ്രിയപ്പെട്ട പൊന്നുമോനെ, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരു വസ്തുവിനെയും നീ ആരാധിക്കരുതേ. ഇന്ന ശിർക ലظلم عظيم. നിശ്ചയം അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തുവിനെ ആരാധിക്കുക എന്നുള്ളത്, വിഗ്രഹങ്ങളുടെ മുന്നിൽ പോയി തലതല്ലി കീറുക എന്നുള്ളത്. എത്രയോ സഹോദരങ്ങളുണ്ട് ബിസിനസ് കുറയുന്നു ഉസ്താദേ, ഒരുപാട് ഉസ്താദുമാരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടും ഒരു ഫലവും കണ്ടില്ലെന്ന് വരുമ്പോ അല്ലാഹുവിന്റെ ഔലിയാക്കളെ മറന്ന് മഹത്തുക്കളെ മറന്ന് സമസ്തയുടെ ഉലമാക്കളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതിനെ മറന്ന് ദർഗകളെ തൊട്ട് മറന്ന് അമ്പലങ്ങളുടെ വഴിനടകളിൽ പോയിട്ട് തല തല്ലുന്നവരെ, അവിടെ പോയി നിന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്നവരെ, അവിടെ പോയി നിന്നുകൊണ്ട് വഴിപാടുകളും നേർച്ചകളും നടത്തുന്നവരെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്ന ശിർക ലظلم അളീം. നിശ്ചയം അല്ലാഹു അല്ലാതെ മറ്റൊരു വസ്തുവിനെ ഇലാഹാക്കുക, ആരാധ്യനാക്കുക, ആരാധനയിൽ പങ്കു ചേർക്കുക എന്നുള്ളത് അല്ലാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലാഹുവിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ്, വർണ്ണമായ തെറ്റാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും വലിയ കഠിനമാകുന്ന പാതകമാണ് സബഉൽ മൂബിഖാത്തിൽ, വൻപാപങ്ങൾ 7 എണ്ണിയതിൽ പ്രവാചകൻ ആദ്യമായിട്ട് എണ്ണിയതാണ് ശിർക്ക്, അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർത്ത് ആരാധിക്കുക. അതൊരിക്കലും പാടില്ലാത്ത വസ്തുതയാണ്. നമുക്കതല്ല വിഷയം. ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹുവിനോട് ആദ്യമായി പ്രവാചകൻ കൊടുത്തു ഈ ഉപദേശം, ഒരിക്കലും അള്ളാഹുവിനോട് പങ്കു ചേർത്ത് ആരാധിക്കരുത്. ഈ 4 ഉപദേശം എൻ്റെ ഈ സദസ്സിലൂടെ കേട്ട് പരിചയിച്ചു പോകുന്നവർ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നിന്ന് അറിവ് നേടിയിട്ട് പോയ ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹുവിനെ പോലെ സംശുദ്ധരാകണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇത്തരത്തിൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അബൂദർദ റളിയല്ലാഹുവിനോട് ഒന്നാമതായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്തു, അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനോടല്ലാതെ മറ്റൊരു വസ്തുവിനെയും ആരാധിക്കാൻ പാടില്ല. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ولا تترك الصلاة. നമസ്കാരം ഉപേക്ഷിക്കരുതേ, നമസ്കാരം ഉപേക്ഷ വെക്കരുതേ. فمن ترك الصلاة برئ من ذمة الله. ആരെങ്കിലും നമസ്കാരം ഒഴിവാക്കിയാൽ, 5 വഖത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ഏതെങ്കിലും 1 തന്നെ ഒഴിവാക്കിയാൽ തന്നെ ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ അവൻ ഒഴിവാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാകുന്ന ഭക്ഷണ ക്രമീകരണങ്ങൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളതാകുന്ന ആഹാര ക്രമീകരണങ്ങൾ മുഴുവൻ തെറ്റിപ്പോകും. പടച്ചറബ് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഇല്ലാതാകും നമസ്കാരം ഉപേക്ഷിക്കുന്നതിലൂടെ. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, പടച്ച റബ്ബ് അനുഗ്രഹിച്ച് നല്ലൊരു ഫീഡ്ബാക്ക് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, സന്തോഷമുണ്ട്, ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ പോലും അൽഹംദുലില്ലാ 5 വഖത്ത് നമസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകുന്നവരാണ് അധികം ആളുകളും. അള്ളാഹു നിലനിർത്താൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കാനും കേൾക്കാനും ശ്രവിക്കാനും ആഴ്ചതോറും ഇസ്ലാമിക് സെൻ്ററുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്തത്തിൽ നമ്മൾ ഒഴിഞ്ഞു പോകാതിരിക്കുന്നത്. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ന് ഇതിൽ നിന്ന് പിന്മാറുന്നോ, എന്ന് നമസ്കാരം നമ്മൾ മുടക്കാക്കുന്നോ, ദീനിന്റെ വശങ്ങളിൽ നമ്മൾ പുറകോട്ടടിക്കുന്നോ, അന്ന് മുതൽ നമ്മുടെ ജീവിത നിലവാരം മുഴുവൻ മെച്ചപ്പെടൂല, താറുമാറാവും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഉപദേശം കൊടുത്തതു മുതൽ മരണം വരെയും ഒരൊറ്റ വഖത്ത് പോലും ജമാഅത്ത് ഒഴിയാതെ ഖളാ ആക്കാതെ നമസ്കരിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. കാരണം എന്താ? റബ്ബിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നൊരു മുഅ്മിൻ ഒഴിവാകാൻ പാടില്ല, ഒരു ഉമ്മ ഒഴിവാകാൻ പാടില്ല. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ശരി, പകല് മുഴുവൻ നമുക്ക് പണിയാണ്, എത്ര ജോലി തിരക്കുള്ളവനായാലും ശരി, നമസ്കാരങ്ങൾ ഒഴിവാക്കാൻ ഒരിക്കലും തന്നെ പാടില്ല. നമസ്കരിക്കുന്നവനെ കുറിച്ചല്ല പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞത്, ആ നമസ്കാരം ക്രിയാത്മകമായി കൊണ്ടുവരുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമസ്കാരം ക്രിയാത്മകമായി എപ്പോഴും ദായിമായി നിത്യമായി ആദ്യ വഖത്തിൽ കൊണ്ടുവരുന്നവനാണ് വിജയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു അത്രേ, മുഅ്മിനീങ്ങൾ വിജയിച്ചു അത്രേ. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്, നമസ്കാരത്തിൽ ഖുശൂഉള്ളവരത്രേ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ് തീർച്ചയായും വിജയിച്ചവർ. ആര് പറയുന്നു? പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത ഉപദേശം, നീ നമസ്കരിക്കണം. ആ നമസ്കാരം എത്തരത്തിലുള്ളതാകണം? ഖുർആൻ പറയുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചു, അവർ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാകണം. നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, നമസ്കാരത്തിൽ ഒരു കൊതു കടിച്ചാൽ, അല്ലെങ്കിൽ അല്പം ചൂട് വന്നു, ഫാൻ അങ്ങോട്ട് ഓഫായി, അല്ലെങ്കിൽ AC ഓഫായി പോയി, നമസ്കാരത്തിലുള്ള സർവ്വ ശ്രദ്ധയും പോവുക. താബിയുകളിൽ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട സുലൈമാനു ദമീരി റഹിമഹുല്ല. സുലൈമാനു ദമീരി റഹിമഹുല്ല താബിയുകളിൽ പ്രമുഖനായ വ്യക്തിയാണ്. മഹാനവറുകൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഇവിടെ ശ്രദ്ധിക്കാൻ, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കുടുംബക്കാരോട് പറയും, നിങ്ങൾ വർത്തമാനം പറയാൻ പറയും. നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴേ കുടുംബക്കാരോട് പറയും, നിങ്ങൾ വർത്തമാനം പറയണം എന്ന് പറയും. وكان سليمان الدميري رحمه الله إذا دخل في الصلاة يتحدث أهله. മഹാനായ സുലൈമാൻ ദമീരി റഹിമഹുല്ലാഹ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്റെ കുടുംബാദികളോട് പറയുമായിരുന്നു അത്രേ, തഹദ്ദസൂ തഹദ്ദസൂ, വർത്തമാനം പറയണേ, വർത്തമാനം പറയണേ.
നിങ്ങൾ വർത്തമാനം പറയണം. എപ്പോൾ? ഇപ്പോൾ പറയണം. ഞാൻ നിസ്കരിക്കാൻ പോവാണ്, നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ പറയണം. നമ്മളെങ്ങാനാണെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്ക്. നിസ്കരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആകെ ബഹളമായിരിക്കും. നാട്ടുകാരെയും വീട്ടുകാരെയും വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അറിയിച്ചിട്ട് നമ്മൾ നിൽക്കുള്ളൂ. നമ്മൾ നിസ്കരിക്കാൻ പോവാന്ന് പറയും. എല്ലാവരും അറിയിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, ജുമായ്ക്ക് തന്നെ ഇമാം മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ നേരെ വന്ന് മിമ്പറിൽ ഖുതുബ ഓതുന്നതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിൽക്കിരിക്കും. അല്ലേ, കണ്ടിട്ടില്ലേ? എന്താ അവൻ്റെ ഉദ്ദേശം? ലോകമാന്യതയാണ്. കാരണം നമ്മൾ ജുമായ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ, ഇനി ആരും നമ്മളെപ്പറ്റി നിസ്കരിക്കാത്തവരാന്ന് പറഞ്ഞേക്കരുത് എന്നാണ് അവൻ്റെ ചിന്താഗതി. അതല്ല വേണ്ടത്. മറിച്ചവന്റെ നമസ്കാരം വളരെ സൂക്ഷ്മതയും ഖുശൂഉള്ളതും ഭയഭക്തിയുള്ളതുമാകണം. ബഹുമാനപ്പെട്ട സുലൈമാൻ ദമീരി റഹിമഹുള്ള അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ കുടുംബക്കാരോട് പറയും, നിങ്ങൾ വർത്തമാനം പറയണം. നിങ്ങൾ ഇപ്പോൾ വർത്തമാനം പറയണം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല, വർത്തമാനം പറയാൻ പാടില്ല. കാരണം എന്താ? നമസ്കാരത്തിൽ അവർക്ക് ശ്രദ്ധ റബ്ബിനോടാണ്. കോൺസെൻട്രേഷൻ മുഴുവൻ റബ്ബിലേക്ക് അവർ മടക്കിയിരിക്കുക, അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് ഒരിക്കലും അവരുടെ ചിന്ത ഇങ്ങോട്ട് മാറൂല. നമ്മുടേതിന് നേരെ ഓപ്പോസിറ്റാണ് അവരുടേത്. ആ ഒരു രീതിയിൽ നമസ്കാരം എത്തിയാൽ അവൻ വിജയിച്ചു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് സൂഫീസ ചക്രവാള സീമയിലെ സൂര്യ തേജസ്സായി പരിണമിച്ചിരുന്ന വ്യക്തിയാണ്. മഹാനവരുകളുടെ പ്രിയപ്പെട്ട അരുമ ശിഷ്യൻ അലിയുൽ ഹീത്തി എന്ന് പറയുന്ന ലോകം കണ്ട വലിയ പണ്ഡിതൻ. മഹാനവരുകൾ ഒരിക്കൽ വീട്ടിൽ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി പോവാ. വീടാകുമ്പോൾ വീട്ടിൽ സുന്നത്ത് നമസ്കാരം വേണം. വീടുകളെ ഒരിക്കലും നിങ്ങൾ മഖ്ബറകളാക്കരുതേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ വീട്ടിൽ ഖുർആൻ ഓതൽ വേണം, വീട്ടിൽ ദിക്റുകൾ ചൊല്ലണം, വീട്ടിൽ തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് കുടുംബത്തോട് സൂറത്ത് യാസീൻ ഓതാനും സൂറത്തുൽ വാഖിഅ ഓതാനും ഒക്കെ കൽപ്പിക്കണം. അതൊരു വാപ്പയുടെ കടമയാണ്. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, സൂറത്തുൽ വാഖിഅ നിങ്ങൾ പഠിക്കണേ. കാരണം എന്താ? നിങ്ങൾക്ക് ധാരാളം പെൺമക്കളുണ്ട്. ആ പെൺമക്കളുടെ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ നിങ്ങൾ സൂറത്തുൽ വാഖിഅ പഠിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് മുഴുവനും ആ സൂക്തം പഠിപ്പിച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പണത്തിന്റെ കിഴി അയച്ചു കൊടുത്തു. ഒരു പണക്കിഴി അദ്ദേഹത്തിന് സമ്മാനിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് പെൺമക്കൾ അധികരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഈ സമ്പത്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അത് തിരിച്ചയച്ചു. നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. എന്താ കാര്യം? അല്ലമനീ റസൂലുള്ളാഹി സൂറത്താ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ. വാഖിഅ സൂറത്ത് നബി തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സൂറത്ത് ഞാൻ ഓതിക്കൊള്ളാം. അതെന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ഖജനാവത്തിൽ നിന്ന് ഒരു സ്വത്തും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടേ വേണ്ട. ഞങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട. എന്താ കാര്യം? അള്ളാന്റെ റസൂൽ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅ. അത് ഓതുന്നുണ്ട്. ആര് പറയുന്നു? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിർബന്ധമായിട്ട് നമ്മൾ ഓതണം. നമ്മുടെ മക്കളെ കൊണ്ട്, നാട്ടിലുള്ള മക്കളാകട്ടെ ഇവിടെ ഉള്ളവരാകട്ടെ, നിർബന്ധമായി ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യിക്കണം. അതുപോലെ തന്നെ സൂറത്ത് യാസീൻ ഖൽബുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരു യാസീൻ സൂറത്ത് ഓതണം. വാഖിഅ സൂറത്തും രാവിലെയും വൈകുന്നേരവും ഓരോ വട്ടം ഓതണം. ഒരിക്കലും ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല. നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രശ്നമാണ്, ഡള്ളാണ്, പ്രയാസാണ്, ഒന്നും ഉണ്ടാവൂല. എല്ലാം മാറും. നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. പക്ഷെ പ്രവാചകൻ പറഞ്ഞ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു നടക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാകണം, ഒരു താല്പര്യം ഉണ്ടാകണം. അത്രമാത്രമേ ഉള്ളൂ. അള്ളാഹിന്റെ റസൂലിന്റെ വാക്കിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ ലോകം മുഴുവനും നടക്കുക, എല്ലാ മക്ബറകളിലും പോയി സിയാറത്ത് ചെയ്യും, അല്ലേ? അതൊക്കെ തെറ്റായിട്ടല്ല ഞാനിത് പറയുന്നത്. സിയാറത്ത് ചെയ്യണം, മഹത്തുക്കളെ കാണണം, ഔലിയാക്കളുടെ കാണണം, സിയാറത്ത് ചെയ്യണം. അതൊക്കെ നല്ലതാണ്, നല്ല കർമ്മങ്ങളാണ്, ഒരിക്കലും മോശപ്പെട്ട കർമ്മമായിട്ടല്ല. നമ്മളൊക്കെ അതുപോലെ ചെയ്യും, കോഴിമുട്ട നേർച്ച നൽകും, എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. പക്ഷേ നമസ്കാരവും ഇല്ല, ദീനിയായ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കലും ഇല്ല. ഈ 2 കാര്യങ്ങളൊന്നും പുറകോട്ടാണ്. നിസ്കാരമില്ല, ബാക്കി സിയാറത്ത് ടൂറായിട്ട് എല്ലായിടത്തും പോകും. എത്ര വേണമെങ്കിലും ഉംറ നിർവഹിക്കാം, പോയി വരാം, ഒരു കുഴപ്പമില്ല. ദീനിൻ്റെ കാര്യങ്ങളിൽ പുറകോട്ട് നമസ്കാരവും ഇല്ല, തൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഈ വിഷയങ്ങളൊന്നും ഉപദേശിക്കലുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകൻ പറഞ്ഞതനുസരിച്ചിട്ട് അവിടുന്ന് ഇദാ വഖഅത്തിയ സൂറത്ത് ഓതി.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, കാലം ചെയ്തു പോയി. പിന്നീട് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകളും കൊടുത്തയച്ചു ഒരു പൊതി. ആ പണക്കിഴിയും സന്തോഷത്തോടുകൂടി തിരിച്ചയച്ചു എന്നതാണ് ചരിത്രത്തിൽ കാണാം. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്കും എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കൾ അധികരിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ഖജനാവിൽ നിന്ന് ഒരു സൂറത്തും വേണ്ട. അല്ലമനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്ത് ഞങ്ങൾ ഓതുന്നുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുക. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അപ്രകാരം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. മൂന്നാം ഖലീഫയാകുന്ന ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും കൊടുത്തയച്ചു ഒരു പണക്കിഴി. അതും അദ്ദേഹം നിരസിച്ചു സന്തോഷത്തോടുകൂടി എന്ന് ചരിത്രത്തിൽ കാണാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട പെൺമക്കൾ അധികരിച്ചതിന്റെ പേരിൽ, പെൺമക്കൾ ധാരാളം ഉണ്ട്, നമുക്കൊക്കെ വിഷമതാണല്ലോ. പെണ്ണ് ജനിക്കുമ്പോൾ മുഖം വല്ലാതെ കറുക്കാൻ, 6-ാം നൂറ്റാണ്ടിന്റെ അവസ്ഥയിലേക്ക് പോകാൻ ഒരിക്കലും വരാൻ പാടില്ല. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്, അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം ഈ ദുനിയാവിൽ അള്ളാഹു ഭക്ഷണം നൽകുന്നത്, ആഹാരം നൽകുന്നത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും മുഴുവനുമായിട്ടാണ്. പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ മിൻ في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ ഈ ലോകത്തിന്റെ ജഗന്നിയന്താവത്രേ. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കലഗോചനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഒളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്ന ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനുണ്ടല്ലോ. ആ പടച്ച റബ്ബിനെ മനസ്സിലാക്കണേ. ആ റബ്ബാണ് നമുക്ക് ആഹാരം നൽകുന്നതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണേ. പെൺമക്കൾ അധികരിക്കുമ്പോ മുഖം ഒരിക്കലും തന്നെ ചുളിക്കരുതേ. മുഖം ചുളിക്കാൻ പാടില്ല. എന്ത് വേണം? ആ പെൺമക്കൾക്ക് നിങ്ങൾ ദീനിയായ അറിവ് പഠിപ്പിക്കണം. എന്നിട്ട് സൂറത്തുൽ വാഖിയും പഠിപ്പിച്ചു കൊടുക്കും. അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത പ്രവാചകൻ പറഞ്ഞു, പെൺമക്കൾ അധികരിച്ചതിന് വേണ്ടി ഇബ്നു മസ്ഊദേ നീ ഈ സൂറത്തൊന്ന് പഠിക്കണം, എന്നിട്ട് പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പെൺമക്കൾക്ക് സൂറത്ത് എത്രണ്ണം പഠിപ്പിച്ചു കൊടുത്ത്. അവർ മദ്രസയിൽ വല്ലതും പഠിച്ചിട്ടുള്ളത് കാര്യം തന്നെ വീട്ടിൽ വന്നാൽ ഓതി നോക്കാൻ പോലും നമുക്ക് സമയമില്ല. അപ്പോഴും നമ്മൾ വിളിച്ചു പറയുന്ന മോൾ SSLC ആയി, അല്ലെങ്കിൽ പരീക്ഷയുടെ ടൈം എടുത്തു, മദ്രസയിലെ പുസ്തകമൊക്കെ മാറ്റി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പാർട്ട് ടൈമും കൂടെ കൂടുതലായിട്ട് ഭൗതികമാകുന്ന കലാലയത്തിലെ പുസ്തകങ്ങൾ എടുത്ത് വെച്ചിട്ട് സ്കൂളിൻ്റെ പുസ്തകങ്ങൾ മുഴുവൻ എടുത്ത് പഠിക്കണം. അതാണ് നമ്മളോട് ആവശ്യം. നമ്മളെ നേട്ടം അതാണ്. നമ്മളതാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് ആ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്നതാകുന്ന കിതാബുകളെടുത്ത് അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് ഓതാനുള്ള ടൈം പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ നൽകുന്നില്ല. പഴയ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ചെറുപ്പകാലഘട്ടത്തിൽ നിങ്ങൾ എന്നെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ 50, 30, 40 വയസ്സൊക്കെ ഉള്ളതാകുന്ന സഹോദരങ്ങളുടെ ചെറുപ്രായത്തിൽ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുമ്പോൾ വാപ്പായും ഉമ്മായും ആദ്യം തന്നെ ഇശാ മഗ്‌രിബിനിടയിൽ ഈ സൂറത്തുകൾ ഓതാൻ പറയാം. അത് ഓതി നോക്കും. യാസീൻ ഓദിക്കും, ഇദാ വഖഅത്തി ഓദിക്കും, ഖബർ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ അദാബുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൂറത്തുൽ മുൽക്ക് ഓദിക്കും. ഇതൊക്കെ ഓതിയതിനു ശേഷം മദ്രസയിലെ കായിക മുഴുവൻ ഓദിച്ചിട്ടേ ഭൗതികമാകുന്ന കലാലയത്തിലെ പുസ്തകങ്ങൾ എടുത്ത് കയ്യിലേക്ക് നമ്മുടെ വാപ്പയും ഉമ്മയും തരുകയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നതിൽ നിന്ന് വിഭിന്നമായി വ്യത്യസ്തമായി മാറിയിരിക്കുക. ഒരിക്കലും മാറാൻ പാടില്ല. ആ ഒരു ചിട്ട, പഴയ തലമുറയിലെ ആ ചിട്ട നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട അലിയുൽ ഹീത്തി എന്ന് പറയുന്ന മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവൻ്റെ അരുമ ശിഷ്യൻ, അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക. എവിടെ? വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊണ്ടുവന്നിട്ട് മോനെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, തൊട്ടിലിൽ കിടപ്പുണ്ട്, കുട്ടി ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞു. മാനവர்கள் പറഞ്ഞു, ഓക്കെ. ഏറ്റവും വലിയ റബ്ബാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു അല്ലേ ഏറ്റവും വലിയ രക്ഷിതാവ്.
അള്ളാഹുലേക്ക് തവക്കുലേൽപ്പിച്ചാൽ പിന്നൊന്നുമില്ല. അതുകൊണ്ട് മഹാനവറുകൾ നേരെ എന്ത് ചെയ്തു? കൈകെട്ടി നിസ്കരിക്കാൻ വേണ്ടി അങ്ങ് നിന്നു. നിസ്കരിക്കാൻ വേണ്ടി കയ്യെ കിട്ടിയങ്ങ് നിന്നു. അല്ലാ നമസ്കരിക്കാൻ വേണ്ടി കയ്യങ്ങോട് കെട്ടി നിൽക്കുമ്പോ വീടിന്റെ മച്ചിലൂടെ ഒരു പെരുമ്പാമ്പ് എഴിഞ്ഞു വരികയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നമോനെ പെരുമ്പാമ്പ് വരിഞ്ഞു വെറുക്കുകയാണ്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി അലമുറയിട്ടുകൊണ്ട് വാവിട്ട് കരയുകയാണ്. വാപ്പയാകുന്ന അലിയുൽ ഹീത്തി അറിയുന്നില്ല. നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുകയാണ്. പെരുമ്പാമ്പതിന്റെ വാ പിളർന്നിട്ട് കുട്ടിയെ വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന നേരത്ത് അലിയുൽ ഹീത്തിയുടെ ശിഷ്യൻ അതാ പുറത്തു നിന്ന് ശബ്ദം കേട്ടുകൊണ്ട് ഓടി വന്നുകൊണ്ട് ആ പെരുമ്പാമ്പിനെ തള്ളി മാറ്റിയിട്ട് വെളിയിലേക്ക് ഇട്ടിട്ട് നാട്ടുകാരെ ശ്രമം മുഴുവനും എടുത്തിട്ട് അതിനെ തല്ലിക്കൊന്ന് നിൽക്കുമ്പോഴും അലിയുൽ ഹീത്തി ഒന്നും അറിയാതെ നമസ്കാരത്തിലാണ്. അവസാനം അരമണിക്കൂറോളം ശേഷം ചരിത്രത്തിൽ കാണാം, മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരുമ ശിഷ്യനാകുന്ന അലിയുൽ ഹീത്തിയുടെ നമസ്കാരത്തെ കുറിച്ചാണ് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നമസ്കാരത്തിലുള്ള ശ്രദ്ധയല്ലയോ, നമസ്കാരത്തിലുള്ള ഖുശൂ അല്ലയോ? നമസ്കാരം കഴിഞ്ഞ് അരമണിക്കൂർ ശേഷം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ ആയിരക്കണക്കിന് ആളുകൾ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടിയത് കണ്ടിട്ട് അവരോട് ചോദിച്ചു പോയി, അലിയുൽ ഹീത്തി, എന്തിനാണ് എന്റെ വീട്ടുമുറ്റത്ത് നിങ്ങൾ ശബ്ദ കോലാഹലമുണ്ടാക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്റെ മുറ്റുമുറ്റത്ത് വന്നത് എന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് അവരും അറിയുന്നത് അദ്ദേഹം നമസ്കാരത്തിന്റെ ശ്രദ്ധയാണ്, വല്ലാത്തൊരു നമസ്കാരമാണ്. എന്തൊരു ശ്രദ്ധയാ. അവർ പറഞ്ഞു, ഞങ്ങൾ വന്ന് വേറൊന്നുമല്ല, ഇപ്പൊ മോനെ ആരെങ്കിലും പിടിച്ച് തിന്നാനെ പെരുമ്പാമ്പ് വിഴുങ്ങാൻ പോയതാ, അത് രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നത്, വേറൊന്നുമല്ല. നമസ്കാരത്തിന്റെ ശ്രദ്ധയാണ് ഞാനിത് പറയുന്നത്. ചെറിയൊരു ചൂടുണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവനും പോവാ അല്ലേ? ചെറിയൊരു കൊതുക് വന്ന് കാലിൽ വന്ന് കടിച്ചാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിൽ നിന്ന് തെറ്റിപ്പോവാ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, ഖദ് ഫലഹൽ മുഅ്മിനൂൻ ഖദ് ഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചു അത്രേ. അവർ നമസ്കാരത്തിൽ ഖുശൂഉള്ളവരാ, അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമതായി പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദ റളിയല്ലാഹുവിന് കൊടുക്കുന്ന ഉപദേശം. 4 ഉപദേശം പ്രവാചകൻ കൊടുത്തത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, അല്ലാഹുവിനോടല്ലാതെ മറ്റൊരു വ്യക്തിയും പങ്കുചേർത്ത് ആരാധിക്കാൻ പാടില്ല. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, നമസ്കാരം ഉപേക്ഷിക്കരുതേ. നമസ്കാരം ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ ഫുഡ്, അക്കോമഡേഷൻ സർവ്വതും താളം തെറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം തകടം മറിക്കും. ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദ റളിയല്ലാഹുവിന് കൊടുക്കുന്ന ഉപദേശം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തശ്റബിൽ ഖമറാ വലാ തശ്റബിൽ ഖമറാ. നീ കള്ള് കുടിക്കരുതേ, കള്ള് കുടിക്കരുതേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ലഹരി ഉണയാൻ പാടില്ല, ലഹരി നുണയാൻ പാടില്ല. ആര് പറയാ? സയ്യിദുനാ റസൂലുള്ളാഹി. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ഇസ്മിൻ. എല്ലാ പാതകങ്ങളുടെയും താക്കോലാണ്, താക്കോലാണ് കള്ളുകുടിയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ നിന്നാകട്ടെ, കൂട്ടുകാരൻ കൊണ്ടുവന്ന് കൊടുത്തു, നാട്ടുകാരൻ കൊണ്ടുവന്ന് കൊടുത്തു, അയൽവാസികൾ കൊണ്ടുവന്ന് കൊടുത്തു, ഒരു നിലയ്ക്കും നീ കള്ളു കുടിക്കാൻ നീ പാടില്ല. എത്ര വർഷം കഴിഞ്ഞാലും ശരി, ജീവിതത്തിൽ ഒരു വേള കള്ളു കുടിച്ചാൽ എവിടെ എത്തുമെന്നറിയോ? അല്ലാഹു അതിരക്ഷിക്കുമാറാവട്ടെ. ഞാനതിൻ്റെ ഹദീസ് നിങ്ങൾക്ക് ഓതിത്തരാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ തളിപ്പറമ്പ് ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമിയുടെ പ്രവർത്തകരാണ്, കമ്മിറ്റി ഭാരവാഹികളാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഷബീർ സാഹിബ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ സ്ഥാപനത്തിന് വേണ്ടി സാമ്പത്തികമായി കഴിയുന്ന ആളുകളൊക്കെ നല്ല രീതിയിൽ സഹായിക്കുക. 2.5 കോടി രൂപയുടെ വർക്കോളം ഇനിയും സാമ്പത്തികം ആവശ്യമുണ്ട്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഓരോ സ്ലിപ്പ് ഇവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് നൽകും. പേരും അഡ്രസ്സും എഴുതി, ഫോൺ നമ്പറും എഴുതി, കഴിയുന്ന ദിർഹംസ് എത്രയാണെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ എഴുതി അറിയിക്കണം. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു സംഖ്യയായിട്ട് കൊടുത്താൽ മതി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വന്നിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളും അതിൽ ഏറ്റുവാങ്ങണം. നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ജാരിയായ സ്വതക്കയായ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു,
പ്രാസംഗികരൊക്കെ നേരത്തെ പറഞ്ഞു. ബഹുമാന്യനായ നമ്മുടെ സംസാറുകളൊക്കെ ഉദവി ഉസ്താദ്, അതുപോലെ ആക്കോട് ഉസ്താദ് തുടങ്ങിയതാകുന്ന പ്രമുഖരാകുന്ന പണ്ഡിതന്മാരൊക്കെ ഓതിപ്പടിച്ച കലാലയമാണ് ദാറുൽ ഹുദ. അതിൻ്റെ അതേ നിലയ്ക്ക് തന്നെ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമി എന്ന നിലയ്ക്കാണ് തളിപ്പറമ്പ് കണ്ണൂർ കേന്ദ്രമായിട്ട് നമ്മൾ നടത്തുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ, അതിനുവേണ്ടി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാവിധ പിന്തുണ വെക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അബുദാബിയിലുള്ളതാകുന്ന സഹോദരങ്ങൾ എത്രയോ ലക്ഷം രൂപ അവർ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും അത് ഏറ്റെടുത്തോളൂ ഇൻഷാ അല്ലാഹ്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. അള്ളാഹു നമ്മുടെ സ്വതക്കകളൊക്കെ പാരത്രിക ലോകത്ത് വിജയത്തിന് നിദാനമാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്കൊക്കെ ഒരുപാട് നിയ്യത്തുകളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഈ സദസ്സ് നമ്മൾ ഇൻഷാ അല്ലാഹ് വേഗം പിരിയും. അത് കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നല്ലൊരു കൂട്ടമായ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ വലിയ ആലിമൊന്നും അല്ലെങ്കിൽ പോലും ഒരു പണ്ഡിത തറവാട്ടിൽപ്പെട്ടതുകൊണ്ട് അവരുടെയൊക്കെ ഒരു മദതും ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ദുആയിന് ഇതുവരെ കുഴപ്പമില്ലാത്ത നിലയ്ക്കൊക്കെ ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സ് പാരത്രിക ലോകത്ത് വിജയത്തിന് അള്ളാഹു നിദാനമാക്കുമാറാവട്ടെ. അതുകൊണ്ട് മുഴുവൻ ആളുകളും നമ്മുടെ വിഷമങ്ങളൊക്കെ, മനസ്സുകളൊക്കെ, നീറുന്ന വിഷയങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം മനസ്സിൽ വെക്കിൻ. അവസാനമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിരക്കണം. ഒരൊറ്റ ഒരു സലാത്ത് എല്ലാവരും ചൊല്ലിക്കോ, ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി ഒന്ന് ചൊല്ലിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഇരിക്കും. ബിസ്മില്ലാ. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദർദ റളിയല്ലാഹുവിനോട് പറഞ്ഞത്, നീ ഒരിക്കലും തന്നെ ലഹരി നുണയാൻ പാടില്ല. ലഹരി എന്ന് പറയുന്നത് വൻ പാപങ്ങളുടെ തുടക്കമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വലിയൊരു അധ്യാപനമാണ് ആ പറയുന്നത്. നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹുവിനെ. ആരാ അലി റളിയല്ലാഹു അൻഹു? അലി റളിയല്ലാഹു അൻഹു ആരാ? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയും പ്രവാചകന്റെ മരുമകനുമാകുന്ന അലി റളിയല്ലാഹു അൻഹു മദീനയിൽ ഏതോ ഒരു പുൽമേടയിൽ അല്പം കള്ളിന്റെ വീപ്പ് മറിഞ്ഞപ്പോ ആ പുൽമേടയിൽ വന്നുകൊണ്ട് പുല്ല് കഴിക്കാൻ വേണ്ടി വന്നതാകുന്ന, മേഞ്ഞു നടന്നതാകുന്ന ആട്ടിൻപറ്റം, ഏതാനും ചില ആട്ടിൻപറ്റം വന്നുകൊണ്ട് ആ പുൽമേടയിൽ വന്നുകൊണ്ട് പുല്ല് വന്ന് മേഞ്ഞു കഴിച്ചു എന്ന് മഹാനവറുകൾ അറിഞ്ഞു. അതിന്റെ പേരിൽ പിന്നീട് തന്റെ ജീവിതത്തിൽ അജമാംസം കഴിച്ചിട്ടില്ല. അദ്ദേഹം ഒരിക്കലും തന്നെ ആടുമാംസം കഴിച്ചിട്ടില്ല. ആരാ? അലി റളിയല്ലാഹു അൻഹു. എന്താ കാര്യം? എന്താ? മദീനയിൽ ഏതോ ഒരു തെരുവിൽ, ഏതോ ഒരു പ്രവിശ്യയിൽ ഒരു കള്ളിന്റെ വീപ്പ് മറിഞ്ഞിട്ട് ഒരു പുൽമേടയിലേക്ക് പറഞ്ഞ് ഏതോ ചില ആട്ടിൻപറ്റങ്ങൾ വന്നുകൊണ്ട് ആ പുല്ല് കഴിച്ചു വന്നറിഞ്ഞതായ അലി റളിയല്ലാഹു അൻഹു പിന്നീട് തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാംസാഹാരം കഴിച്ചിട്ടില്ല, അഥവാ ആടിന്റെ മാംസം ഭുജിച്ചിട്ടില്ല. എത്ര സൂക്ഷ്മതയാണ് അവർ വെക്കുന്നത്. അവർ കഴിക്കുന്നില്ലെന്ന് മാത്രമല്ല, അത് കഴിച്ചതാകുന്ന ജീവികളെ പോലും, ഹലാലാകുന്ന വസ്തുക്കളെ പോലും കഴിക്കാൻ അവർ തുനിയുന്നില്ല. അതാണെന്ന് ഉറപ്പില്ല, അതല്ലാത്ത എത്ര ആടുകളായിരിക്കാം, പക്ഷേ അതാണെന്ന് അവർ മനസ്സിലാക്കുക. ഒരു പക്ഷേ അതാണെങ്കിലോ അതുകൊണ്ടത് വേണ്ട, ശുഭഹത്താവൂലെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നതിൻ്റെ പേരിൽ മഹാനവറുകൾ ആടിൻ്റെ മാംസം പാടെ വർജിക്കുകയാണ്. ഇങ്ങനെയുള്ള മുൻഗാമികളാ കഴിഞ്ഞു പോയിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മൻ മാത മുദ്മിനൻ ബിൽ ഖംർ കഅബിദില്ലാത വൽ ഉസ്സാ. ഈ ദുനിയാവാകുന്ന കാലഘട്ടത്തിൽ, കുറഞ്ഞതാകുന്ന കാലഘട്ടത്തിൽ കള്ളു കുടിച്ചുകൊണ്ട് ജീവിതം അസ്തമിപ്പിച്ചതായ ഏത് സഹോദരനുണ്ടോ, കഅബിദില്ലാത വൽ ഉസ്സാ, ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് ചത്തൊടുങ്ങിയതായ മക്കയിലെ മുശ്രിക്കുകളെ പോലെയായവനെ തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈമാനില്ലാതെ ചത്തൊടുങ്ങിപ്പോകും, അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഖാലൂ യാ റസൂലല്ലാഹ്,
അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, അവിടുന്ന് പറഞ്ഞതായ കള്ളുകുടിയനുണ്ടല്ലോ, 24 മണിക്കൂറും കള്ളു കുടിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുഴുവനും കള്ളിന്റെ മേല് മറിഞ്ഞു കിടക്കുന്ന വ്യക്തിയെ കുറിച്ചല്ലയോ? അറഅയ്ത മുദ്മിനൽ ഖംർ ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. അവിടുന്ന് പറഞ്ഞതായ കള്ളുകുടിയൻ 24 മണിക്കൂറും കള്ളുകുടിച്ച് നടക്കുന്നവരെ കുറിച്ചല്ലയോ? അത്തരത്തിലുള്ള ആളല്ലയോ മക്കയിലെ മുശ്രിക്കുകൾ കൈകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളാകുന്ന ലാത്തയും ഉസയും ആരാധിച്ച് ചത്തൊടുങ്ങിയവർ പോലെ മോശപ്പെട്ട വക്താക്കളായി കാഫിറായി ചത്തൊടുങ്ങുമെന്ന് അവിടുന്ന് പറഞ്ഞതെന്ന് നബിയോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു മറുപടി കൊടുത്തു, ലാ, അല്ല സാബ, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല. വലാകിൻ യശറബുഹാ ഹീന വജദഹാ വലൗ ബഅദ സിനീൻ. വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നൽകിയതാകുന്ന സ്കോച്ചാണ്, വീഞ്ഞാണ്, അഥവാ നുകർന്നാലും ഒരു കവിൾത്തടം മാത്രമേ കള്ളു കുടിച്ചിട്ടുള്ളൂ, അല്പമേ ലഹരി നുണഞ്ഞിട്ടുള്ളൂ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അറിയാതെ ലഹരി പദാർത്ഥം നന്നയുന്ന സഹോദര, അറിഞ്ഞു വെക്കണേ, മനസ്സിലാക്കണേ. നിന്റെ ജീവിതത്തിൽ നിന്ന് ദുഷിച്ചതാകുന്ന ശീലം എടുത്തു കളയണേ സഹോദര. എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയിട്ടുള്ളത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുടിക്കുത്തു പിടിച്ചിട്ട് കള്ളു കുടിച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ജീവിത സഖിയുടെ മുടിക്ക് പിടിച്ചിട്ട് ഭിത്തിയിലേക്ക് ആഞ്ഞടിപ്പിക്കുമ്പോ ആ ഭിത്തി തടത്തിൽ നിന്ന് നിറകളിക്കുന്ന ചുടുരത്തകണങ്ങൾ കണ്ടിട്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് നിൽക്കുന്നതാകുന്ന പുതുമണവാളനാകുന്ന ചെക്കന്റെ മുന്നിൽ വാപ്പയും ഉമ്മയും വന്നുകൊണ്ട് പൊന്നുമോനെ അത് ചെയ്യരുതടാ എന്ന് പറയുമ്പോ തന്നെ ഉപദേശിക്കുന്ന മാതാപിതാക്കളെ കണ്ടുകൂടാത്തതാകുന്ന ചെറുപ്പക്കാരല്ലയോ, സഹോദരങ്ങളല്ലയോ? അതുകൊണ്ട് തന്നെ വാപ്പയും ഉമ്മയും വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടുകയല്ലയോ? ആ വാപ്പയും ഉമ്മയും ഉപദേശിക്കുന്നു എന്നതിന്റെ പേരില് അവരെ വൃദ്ധസദനത്തിലേക്ക് തള്ളിവിടാൻ മടിയില്ലാത്ത മക്കള്, പിഞ്ചോമന മക്കള് വന്നിട്ട് എന്റെ ഉമ്മയെ തള്ളരുതേ എന്ന് പറയുമ്പോ ആ പിഞ്ചോമന മക്കളുടെ ഇളങ്കാല് പിടിച്ചിട്ട് നിലത്തടിക്കാൻ മാത്രം അവന്റെ തലയിൽ കള്ളവനെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞത്, വൻ പാതകത്തിലേക്ക് നയിക്കുമേ ലഹരി പദാർത്ഥമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞതുകൊണ്ട് ഒരു ഹദീസും കൂടെ ഓതുക. കാരണം എന്താ? അത് പരിപൂർണമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ട് നിർമാർജനം ചെയ്യണം. അതിനു വേണ്ടി മാത്രം. ബഹുമാനപ്പെട്ട ശൈഖുന തഅ്വ ഉസ്താദ് ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്, അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുന്ന് വ്യക്തമാക്കി, ഈ ബീഡിയുടെ പുകയില എവിടെ നിന്നാണ് ഉണ്ടായത്? ഇബ്ലീസ് മൂത്രമൊഴിച്ച സ്ഥലത്തു നിന്നാണത്രേ. എവിടെ? ഇബ്ലീസ് മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്ന് കിളിർത്തതാ. ഈ മഴയ്ക്കൊക്കെ ഓരോന്ന് കിളിർക്കുമല്ലോ, മരങ്ങൾ, ചെറിയ സസ്യലതാദികൾ കിളിർക്കും എന്നതുപോലെ ഇബ്ലീസ് മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്ന് കിളുത്താണ് എന്ത്? പുകയില ഉൽപ്പന്നം. അതുകൊണ്ട് തന്നെയാണ് ചിലരിതിങ്ങനെ വലിച്ചിട്ട് ഒരു ബഫ് വലിച്ചിട്ട് പറയും തലയ്ക്ക് പിടിച്ചിട്ടില്ല, ഒരെണ്ണം കൊണ്ട് താടാന്ന് പറയും. എന്താ കാര്യം? മൂത്രം തലയിൽ കയറിയിട്ടില്ലെന്ന്. അതാ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? തലയ്ക്ക് പിടിച്ചിട്ടില്ല എന്ന് പറയും. ഫെബ്രുവരി 14 കഴിഞ്ഞ ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിൽ ഒരു പെൺകുട്ടി ഏതാനും ചില ചെറുപ്പക്കാരോടൊപ്പം പൊന്മുടി എന്ന് പറയുന്ന സുഖവാസ കേന്ദ്രത്തിലേക്ക് പോയിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, തന്റെ പ്രിയപ്പെട്ട ഒന്നിച്ച് പഠിക്കുന്ന സഹോദരങ്ങളോട്, ഇതര സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരോട് ബഫ് ചോദിച്ചുകൊണ്ട് അത് വലിച്ചു വിടുന്ന കഞ്ചാവ് ചുണ്ടിലേക്ക് വെച്ച് വലിച്ചു വിടുന്ന രംഗം സോഷ്യൽ മീഡിയയിലൂടെ ഒരുപക്ഷെ ചെറുപ്പക്കാർ ദർശിച്ചിട്ടുണ്ടാകും. എവിടെയാണ് മക്കൾ എത്തിയിരിക്കുന്നത്? പഠിക്കാൻ വേണ്ടി നമ്മൾ വിടുന്ന മക്കള്, വാപ്പ അധ്വാനിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി മക്കൾക്ക് വിദ്യാഭ്യാസ ചെലവിന് വേണ്ടി ഡ്രാഫ്റ്റ് അയച്ചുകൊണ്ട് പൈസ കൊടുക്കുമ്പോ ആ പൈസ എടുത്തിട്ട് മക്കൾ കാണിക്കുന്ന തോന്നിവാസമാണ് വിദ്യാഭ്യാസ സമ്പന്നരാകുന്ന മക്കളാകാൻ വേണ്ടി, ആഖിറത്തിലേക്ക് ഗുണകാംക്ഷയുള്ള മക്കളാകാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് മക്കൾക്ക് പണമയച്ചു കൊടുക്കുമ്പോ ആ മക്കൾ കാണിക്കുന്ന ധൂർത്തും ദുരുപയോഗമാണ്. കഞ്ചാവിന്റെ ബീഡി വലിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. ആര്? പെൺകുട്ടികളുടെ ആരെയും പറയും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
സഹോദരങ്ങളുടെ കാര്യം പറയണ്ട, പെണ്ണാ ചോദിക്കുന്നത്. നിങ്ങളൊരു ഒരുപക്ഷെ കണ്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ വൈറലായ സംഭവം. ഒരു ബഫും കൊഴുകി താന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുക. ആ കൂട്ടുകാരുടെ കൈകൾ അവരുടെ ശരീരത്തിന് പല മാംസതലമാകുന്ന ഭാഗങ്ങളും തഴുകി നടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ചെറുപ്പക്കാർ അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? ഇവള് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് കാലഘട്ടം. ഈ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മൻ കാന ഫീ സദ്രിഹി ആയത്തുൻ മിൻ കിതാബില്ലാഹ് വസബ്ബ അലൈഹിൽ ഖമറു ജാഅ യൗമൽ ഖിയാമah كل حرف من تلك الآية فيأخذ بناصيته فيخاصمه بين يدي الله. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട സഹാബത്തെ, ആരെങ്കിലും കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളിന്റെ അംശം അവന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞു കൊള്ളട്ടെ, അവൻ മനസ്സിലാക്കട്ടെ, അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങൾ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് താലോലിക്കുന്ന ആയത്തുകൾ അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടെങ്കിൽ. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്തെങ്കിലും അറിയാം അല്ലേ? അറിയൂലേ? ഏറ്റവും ചുരുങ്ങിയത്. എന്നാൽ ആ ആയത്ത് ഹൃദയത്തിലുള്ള ഒരു സഹോദരൻ മനസ്സിലാക്കട്ടെ. ഒരൊറ്റ ആയത്ത് മതി, ഒരുപാട് ആയത്തൊന്നും വേണ്ട. ഖുർആനിലെ ഒരു ആയത്ത് ഹൃദയത്തിലുള്ളവൻ അവൻ ജീവിതത്തിൽ ലഹരി നുണഞ്ഞാൽ അവൻ എവിടെ എത്തിച്ചേരും? അവനുണ്ടാകുന്ന അദാബ്, അവനുണ്ടാകുന്ന ശിക്ഷയാ പറയാൻ പോകുന്നത്. അത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ എല്ലാവരും അതിന് തുല്യരാണ്. قال رسول الله صلى الله عليه وسلم من كان في صدره آية من كتاب الله وصب عليه الخمر. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ആരുടെയെങ്കിലും ഹൃദയാന്തരങ്ങളിൽ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തെങ്ങാനും അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ വസുബ്ബ അലൈഹിൽ ഖംറു, അതിലേക്ക് അവന്റെ ഹൃദയത്തിലേക്ക്, അവന്റെ ആമാശയത്തിലേക്ക്, അവന്റെ ഉദരത്തിലേക്ക് അല്പം കള്ളങ്ങാണം കയറ്റിവിട്ടാൽ, അല്പം ലഹരി എന്നാണെന്നുണഞ്ഞാൽ യൗമൽ ഖിയാമ കുല്ലു ഹർഫിൻ മിൻ തിൽകൽ ആയ, അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചതായ ആയത്തുകളിലെ ഓരോ അക്ഷരങ്ങളും കടന്നു വരുമത്രേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ഒരു ആയത്ത് മാത്രം ഹൃദയത്തിലുള്ള സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ആ ആയത്തിൽ 19 അക്ഷരങ്ങളുണ്ട് അത്രേ. 19 അക്ഷരങ്ങൾ നാളെ മഹ്ശറയിലേക്ക് കടന്നു വരും. എന്നിട്ടോ ഫയഉഖുദു ബിനാസിയതിഹി, അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവന്റെ കുടുമിക്ക് പിടിക്കും, അവന്റെ മൂർധാവിൽ പിടിക്കും, അവന്റെ മുടിക്കെട്ടിൽ പിടിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് നിൽക്കുമത്രേ. ഫയുഖാസിമഹു ബൈന യദയില്ലാഹ്, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് അവനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് റബ്ബിനോട് തർക്കിക്കുമത്രേ. അല്ലാഹുവേ, ഇവനെ നീ സ്വർഗത്തിൽ വിടല്ലേ അല്ലാ, ഇവനെ കത്തിച്ചനിക്കുന്ന നരകത്തിന് അടിമപ്പെടുത്തണേ റബ്ബേ. എന്തേ കാരണമെന്നറിയുമോ അല്ലാ? ഇവൻ നിന്റെ പരിശുദ്ധമാകുന്ന ഖുർആനിന്റെ ആയത്ത്, നിന്റെ വചനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കെ ഇവൻ കള്ളു കുടിച്ചവനാണ്, ഇവൻ ലഹരി നുണഞ്ഞവനാണ്, നിന്നെ പരിഗണിക്കാതിരുന്നവനാണ് റബ്ബേ. നീ ആ ആയത്തുകളിലൂടെ കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോലും ആ ആയത്തുകളെ തൃണവൽഗണിച്ചവനാ, അവഗണിച്ചവനാ. അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് ഇടണേ എന്ന് ആയത്തുകൾ വന്നുകൊണ്ട് അവനെതിരായി പറയുമ്പോ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫൽവൈലു കുല്ലുൽ വൈൽ, ഫൽവൈലു കുല്ലുൽ വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. എല്ലാ നാശവും ആർക്കെന്നറിയുമോ? ജീവിതത്തിൽ കള്ളു കുടിച്ചവനത്രേ, ഖുർആൻ അവനെതിരായി സാക്ഷി നിന്നവനത്രേ. ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ വചനങ്ങളാകുന്ന ഖുർആൻ വന്നിട്ട് അവനെതിരായി സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഫൽവൈലു കുല്ലുൽ
വൈൽ ലിമൻ ഖാസമഹുൽ ഖുർആൻ. ഖുർആൻ വന്നുകൊണ്ടെതിരായി സാക്ഷി പറഞ്ഞാൽ അവന് പിന്നെ രക്ഷയില്ല, അവൻ നശിച്ചത് തന്നെയെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കൂട്ടുകാരൻ നിന്നതാ, ഇല്ലെങ്കിൽ കൂട്ടുകാർ കൂടിയപ്പോൾ അല്പം കുടിച്ചാൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെയ്യാൻ പാടില്ല. ചെയ്യുന്നവരുണ്ടെങ്കിൽ ഉപദേശിച്ചു കൊടുത്തോളൂ ഈ ഹദീസ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനിയുണ്ട് ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടത് പറയാൻ പറ്റൂല സമയബന്ധിതമായതുകൊണ്ട്. കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകൾ അറിഞ്ഞോളീൻ, ഇതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ ധാരാളമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിലുമുണ്ടായി. മാതാപിതാക്കളെ കോപിപ്പിക്കുക, അവരെ ദുഃഖിപ്പിക്കുക ഏറ്റവും വലിയ തെറ്റാണ്. വൻ പാപങ്ങളിൽ പെട്ടതായിട്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്. മിനൽ കബായിരി ബുകാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കുക എന്നുള്ളത് വൻ പാപമാണ്, വൻ പാപമാണ്. നബിയുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂദർദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തത് 4 ഉപദേശം. അതിൽ 3 നമ്മൾ പറഞ്ഞു. കള്ളു കുടിക്കരുത്, അതോടൊപ്പം തന്നെ നമസ്കാരം മുറ പോലെ നിർവഹിക്കണം, അതോടൊപ്പം തന്നെ അള്ളാഹു അല്ലാതെ മറ്റൊരു വസ്തുവിനെയും ആരാധിക്കാൻ പാടില്ല. 4-മത്തത് അത്യഅലി വാലിദൈ, നിന്റെ മാതാപിതാക്കൾക്ക് നീ അനുസരണ വർത്തിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളുടെ അനുസരണ വർത്തിക്കണം, അവരെന്ത് പറഞ്ഞാലും നീ ചെയ്യണം. വഖളാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് റബ്ബ് പറഞ്ഞിട്ട് രണ്ടാമതായി പറയുന്നു, വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഗുണം ചെയ്യണേ. 2 പേർക്കും ഗുണം ചെയ്യണേ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. മാതാപിതാക്കളിൽ 2-ൽ ഒരാളെയോ അല്ലെങ്കിൽ 2 പേരെയോ വാർദ്ധക്യ സഹജമായ സമയത്ത് നിന്റെ അടുക്കൽ നിനക്കെത്തിച്ചാൽ അവരോട് നീ ചെയ്യുന്ന വാക്ക് പോലും പറയരുതേ. ആ സമയത്താണ് കൂടുതൽ പറയാൻ തോന്നുക. മാതാപിതാക്കളെ ചെറുപ്പത്തിൽ നമ്മൾ അവരോട് ചോദിച്ചു, പലവട്ടവും ചോദിച്ചിട്ടുണ്ട്, വാപ്പ എന്താ റോഡിൽ കൂടെ പോകുന്നത്? റോഡിൽ ശബ്ദം കേൾക്കുമ്പോൾ വാപ്പയോട് ചോദിക്കും എന്താ പോകുന്നത്? കുട്ടികൾ ചോദിക്കും. വാപ്പ പറഞ്ഞു കൊടുക്കും, മോനെ അത് കാറാണ്, ബൈക്കാണ്, സ്കൂട്ടറാണ്, പലവട്ടം പറഞ്ഞു കൊടുക്കും. പക്ഷേ ഇതേ മകൻ തന്നെ വളർന്ന് വലുതായി 30-40 വയസ്സാവുമ്പോൾ വാപ്പ 70-75 എത്തുമ്പോൾ കട്ടിലിൽ കിടന്നുകൊണ്ട് വാപ്പ ചോദിക്കും, ശബ്ദം കേൾക്കുമ്പോൾ എന്താ മോനെ അത് കാറ്. രണ്ടാമതും ചോദിക്കും അത് കാറ്. മൂന്നാമതായി ഇവൻ ചോദിക്കുമ്പോൾ ഇവൻ്റെ ടെമ്പറേച്ചർ തെറ്റായി ഇവൻ ചൂടാവാൻ തുടങ്ങും. അല്ലേ? ഇവൻ പറയും മഴക്കാറാണ്, ഹയവാന മിണ്ടാടുന്ന എന്താ എനിക്ക് കുറേ നേരം അല്ലിച്ച് തുടങ്ങിയിട്ട് അവിടെ ചൂടാവാൻ തുടങ്ങും. അല്ലേ? അവൻ ചൂടാവാൻ തുടങ്ങുക, ദേഷ്യപ്പെടാൻ തുടങ്ങുക. ഇതാണ് മനുഷ്യൻ്റെ രീതി, പ്രത്യേകിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരുടെ സഹോദരങ്ങളുടെ ശൈലി. ഇതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരിക്കലും പാടില്ല. എത്ര വട്ടം വേണമെങ്കിലും വാപ്പ നമുക്ക് ചെറുപ്പത്തിൽ പറഞ്ഞു തന്നിരുന്നു. അതേ രീതി എന്തേ നമ്മൾ ചെയ്യാത്തത്? നമ്മുടെ സ്വഭാവത്തിൽ വൈകൃതം വരിക, സ്വഭാവ വൈകൃതം കാണിക്കുക. നമ്മൾ വാപ്പയോടും ഉമ്മയോടും യഥാർത്ഥത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറുർ റാസിയിൽ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും സുഖമില്ലാതെ നിന്നെ കടുക്കത്തിലെത്തിച്ചു. ദിവസങ്ങളായി മാസങ്ങളായി അവർ ശരീരത്തിൽ നിന്ന് അവരുടെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തിട്ട് അങ്ങനെ ഒരു ദിവസം നീ കിടക്കയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നിന്റെ വാപ്പയും ഉമ്മയും അവരുടെ ശരീരത്തിൻ്റെ മാലിന്യങ്ങൾ നീക്കി, അഥവാ അവരുടെ മലമൂത്ര വിസർജനം കട്ടിലിൽ തന്നെ സാധിച്ചിരിക്കുക. അങ്ങനത്തെ സന്ദർഭത്തിൽ ഒരു കൈ നിന്റെ ഒരു പഴംതുണി നിന്റെ കയ്യിലേക്ക് ചുറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നീ തന്നെ ഹോം നേഴ്സിനെ ഒന്നും നിർത്താതെ വടിച്ചെടുക്കുന്ന നേരത്ത്, നമ്മളിപ്പോൾ ഹോം നേഴ്സിനെ നിർത്തും 10,000 രൂപ എടുക്കണമെങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിലും അങ്ങനെയെന്ന് പറയും. പക്ഷെ അങ്ങനെ വടിച്ചെടുക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി, ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നു, അങ്ങനെ വടിച്ചെടുക്കുന്ന നേരത്ത് നിന്റെ മുഖമങ്ങാണ് ഒന്ന് ചുളിച്ചു പോയാൽ,
ആ നാറ്റം കൊണ്ട് ദുർഗം കൊണ്ട് നിന്റെ മുഖമെങ്ങാണം അല്പമൊന്ന് എന്നുള്ള ഒരു രീതിയിൽ നിന്റെ മുഖം മാറി. ഈ പായൊന്നും പറഞ്ഞില്ല, നീ വചനമൊന്നും പൊഴിഞ്ഞിട്ടില്ല, പക്ഷെ നിന്റെ മുഖത്തിനൊരു ഭാവമാറ്റം വന്നെങ്കിൽ തന്നെ നീ എന്ന വാക്കിനേക്കാൾ അധികം ഉച്ചരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ. ദിവസങ്ങളായി ഇവർ മലമൂത്ര വിസർജനം നടത്തിയിട്ട് അങ്ങനെയുള്ളൊരു മാലിന്യം പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ മാലിന്യം അവർ വടിച്ചെടുക്കുന്ന നേരത്ത് മാതാപിതാക്കളുടെയാണ്, സ്വന്തം മാതാപിതാക്കളുടെയാണ്. പക്ഷേ ആ വാപ്പയുടെയും ഉമ്മയുടെയും മാലിന്യം വലിച്ചെടുക്കുന്ന നേരത്ത് നിന്റെ മുഖമെങ്ങാണം നീ ഒന്ന് ചുളിച്ചാൽ നിന്റെ വാപ്പയോടും ഉമ്മയോടുള്ള ബാധ്യതകൾ നീ ചെയ്തിട്ടില്ല, അവരോട് കാണിക്കുന്ന അതിക്രമമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാപ്പയും ഉമ്മയും എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പ്രവാസ ലോകത്തേക്ക് കൊണ്ടുപോകണം, എന്നെ ഒന്ന് നിന്റെ കൂടെ ഒന്ന് നിർത്തണമെന്നൊക്കെ വാപ്പയും ഉമ്മ ആവശ്യപ്പെടുകയാണെങ്കിൽ നിർബന്ധമായിട്ട് അവരെ കൊണ്ടുവരണം. വാപ്പായും ഉമ്മയും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പ്രവാസ ലോകത്തേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും പോകാനും പാടില്ല. നാട്ടിൽ വിട്ടു പോകാൻ പാടില്ല. വാപ്പായും ഉമ്മയും പറയാം, മോനെ നീ പോകുമ്പോൾ എനിക്ക് വിഷമാണ്, ദുഃഖമാണ്, നീ പോകരുത് എന്നവർ ശാഠ്യം പിടിച്ചാൽ അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി നാട്ടിൽ തന്നെ ഒരു ജോലി നോക്കണം. ഇതാ ഉലമാക്കളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കാം അപ്പോൾ എത്രത്തോളം അവരോടുള്ള ബാധ്യതയുണ്ടെന്ന്. നാട്ടിൽ നമ്മൾ പോകുന്നു, പിന്നെ ഒരു ഫോൺ കോളും ഇല്ല, ബന്ധവുമില്ല, ഭാര്യ എപ്പോഴും വിളിക്കുന്നുണ്ട്, ഭാര്യ വന്ന് ആ കഥ വന്ന് ഉമ്മയോട് പറയുന്നുണ്ട്. ഒരിക്കൽ പോലും സ്വന്തം ഉമ്മയെ അവനൊന്ന് ഫോൺ വിളിക്കാൻ അവന് സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ അവൻ നല്ല മകനല്ല. വാപ്പയുടെയും ഉമ്മയുടെയും ഗുരുത്തക്കേട് അവന് കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നു വരികയാണ്. മദീനയിൽ നമുക്കറിയാം ഖബർസ്ഥാനം, പ്രവാചകൻ്റെ ഖബറിന് നേരെയുള്ള 36-ാം ഗേറ്റിന് നേരെ നമ്മൾ കാണുന്നു സുന്ദരമാകുന്ന ജന്നത്തുൽ ബഖീ. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാർ ഖദീജ ബീവി ഒഴികെ, യമുന ബീവി ഒഴികെ ബാക്കിയുള്ളവരൊക്കെ അവിടെ കബറടങ്ങിയിട്ടുണ്ട്. പ്രവാചകൻ്റെ മക്കളുമൊക്കെ ഉണ്ട്, സ്വഹാബത്ത് ധാരാളം പേരടങ്ങിയിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് പ്രവാചകൻ അങ്ങോട്ട് രാത്രിയിൽ നടന്നു നീങ്ങുമ്പോൾ ഒരു ഖബറിൽ നിന്ന് വല്ലാത്തൊരു ശബ്ദം, വല്ലാത്തൊരു കരച്ചിൽ. പ്രവാചകൻ ആ ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് കരയുകയാണ്. ഖബറെന്ന് പറയുന്ന വലിയൊരു വിഷയമാണല്ലോ, മരിക്കേണ്ടതാണ് നമ്മളൊക്കെ. ഖബറിൽ എന്തായാലും ഉണ്ട്, അവിടെ ചോദ്യോത്തരവുണ്ട്, നമുക്കൊക്കെ വ്യക്തമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൻ്റെ സമീപത്ത് നിന്നുകൊണ്ട് അള്ളാഹിൻ്റെ റസൂല് കരഞ്ഞു. പ്രവാചകൻ കരയുന്നത് കണ്ടപ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ബക്കത്തിൽ മലായികതു ബിബുകായിക യാ ഹബീബല്ലാഹ്. നബിയേ അവിടുത്തെ കരച്ചിൽ നിമിത്തമായിട്ട് ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും കരയുകയാണ്. ആകാശത്തുള്ള മലക്കുകൾ മുഴുവനും കരയുകയാണ് നബിയേ. അവിടുന്ന് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഉദുല്ലാഹ ലഹു, ഈ ഖബറിൽ കിടന്ന് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കണേ നബിയേ. ഹബീബായ നബി തങ്ങൾ തന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശറഫാക്കപ്പെട്ട കരം ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബിലേക്ക് ഉയർത്തിയപ്പോ ആ ഖബറാളിൽ നിന്നുകൊണ്ട് വിലപിക്കുകയാണ്, എനിക്ക് ഈ ദുഃഖം വരാനുള്ള കാരണം, എന്റെ ഖബറിൽ പ്രയാസമുണ്ടാകാൻ കാരണം എന്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ്, എന്റെ ഉമ്മ എനിക്കെതിരായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്കെതിരെ പ്രതിവാദം ചെയ്തു, എനിക്കെതിരെ പ്രാർത്ഥിച്ചു എന്ന ഖബറാളി പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ ഖബറിന്റെ സമീപത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. ആ ഖബറിൽ നിന്ന് വല്ലാത്ത ശബ്ദമാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അൽ അമാൻ, അൽ അമാൻ യാ ഹബീബല്ലാഹ്, النار من فوقي والنار من تحتي والنار عن يميني والنار عن شمالي.
അല്ലാഹുവിന്റെ റസൂലേ റസൂലേ ഈ നരകീയ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണേ റസൂലേ. നരകം എന്റെ മുകൾ ഭാഗത്തുണ്ട്, തീ കൊണ്ട് എന്നെ ഖബറിൽ ശിക്ഷിക്കുകയാണ്. മഹ്ശറയ്ക്ക് ശേഷമുള്ള നരകത്തെ കുറിച്ചല്ല, വിചാരണയ്ക്ക് ശേഷമുള്ള നരകത്തെ കുറിച്ചല്ല. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബർ അല്ലാഹു നരകമാക്കുകയാണ്, തീക്കുണ്ടാരമാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അറിയണേ, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ എത്ര കൊല്ലം നമ്മൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഖിദ്മത്തെടുത്താലും അവരുടെ പൊരുത്തമില്ലാതെ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് നരകം സുനിശ്ചിതം തന്നെ, അള്ളാഹുവിന്റെ പൊരുത്തം നിനക്ക് കിട്ടൂല. നിന്റെ വാപ്പ നിന്നോട് വേദന വെച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാര്യയോട് നീ അധികമായി സ്നേഹം നടിച്ചപ്പോ നിന്റെ ഉമ്മയ്ക്കത് നൊമ്പരമായി വന്നിട്ടുണ്ടെങ്കിൽ കെലിമ ചൊല്ലാൻ പോലും പറ്റൂല. അൽഖമാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതാണ് കാണിക്കുന്നത്. അവസാന സമയത്ത് സഹാബത്ത് വന്നുകൊണ്ട് കെലിമ ചൊല്ലിക്കൊടുക്കുന്നു. ലോകത്തിന്റെ നായകന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്, പക്ഷേ കെലിമ ചൊല്ലാൻ പറ്റുന്നില്ല. നാക്ക് അനക്കുന്നുണ്ട്, പക്ഷേ കെലിമ കടന്നു വരുന്നില്ല. അവസാനം ഉമ്മയോട് അന്വേഷിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ എന്നോടല്ല സ്നേഹം, എന്റെ ഭാര്യയോട് അവന്റെ ഭാര്യയോടാണ് കൂടുതൽ സ്നേഹമെന്ന് ഉമ്മ പറയുകയാണ്. അതുകൊണ്ട് എന്റെ മനസ്സൊന്ന് നൊന്തുപോയി, അത് കാരണമായിട്ടായിരിക്കാം അവൻ കെലിമ ചൊല്ലാൻ പറ്റാത്തതെന്ന് അൽഖമയുടെ ഉമ്മ പറയുമ്പോ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ നാട്ടിലേക്ക് കടന്നു നിന്നിട്ട് ഭാര്യയുമായിട്ട് ലുലുമാളിലേക്കും നാട്ടിലുള്ള സർവ്വമാളുകളും ബീച്ച് റോഡുകളും നിരത്തുകളിലും കറങ്ങുമ്പോ വീടിന്റെ അകത്തലങ്ങൾ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പകലന്തിയോളമല്ല ഒരു ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച വാപ്പയും ഉമ്മയും മറക്കല്ലേ. സുന്ദരമാകുന്ന BMW മേഴ്സിഡസ് ബെൻസും ഇന്നോവ ക്രിസ്റ്റയും ഒക്കെ ബുക്ക് ചെയ്തിട്ട് അതിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോ നിന്റെ ഉമ്മയെ മുൻവശത്ത് നിർത്താൻ നിന്റെ മനസ്സൊന്ന് താല്പര്യപ്പെടണേ. നിന്റെ ഉമ്മയെ മറക്കല്ല സഹോദര, ഉമ്മയെ വെറുക്കല്ല സഹോദര. പാവപ്പെട്ട പ്രിയപ്പെട്ട സ്വഹാബി ഖബറിനകത്ത് കടന്നുകൊണ്ട് നൊമ്പരപ്പെടുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഖബറിനകത്തെ ഈ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു നിർഭയത്വം നൽകണേ റസൂലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അബൂദറുൽ ഗിഫാരി തങ്ങളെ വിളിക്കുകയാണ്. അനുയായിയാകുന്ന അബൂദറുൽ ഗിഫാരി വിളിക്കുകയാണ്. എന്നിട്ട് നബി ഓർമ്മപ്പെടുത്തുകയാണ്, യാ അബൂദർ, അബൂദറേ അബൂദറേ നാദി ഫിന്നാസ്, ജനങ്ങളെ വിളിക്കണേ ജനങ്ങളെ വിളിക്കണേ. ഉറക്കിലേക്ക് വഴുതി വീണതാകുന്ന ജനങ്ങളെ ഈ പാതിരാത്രി സമയത്ത് വിളിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി തങ്ങൾ ഓടുകയാണ്. ഓരോ വീടുകളത്തോടും ഓടുകയാണ്. എല്ലാ വീടിന്റെ വാതിൽക്കലും മുട്ടുകയാണ്. നബി തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ജന്നത്തുൽ ബഖീൽ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ, മസ്ജിദുൻ നബവിയുടെ ചാരത്തടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടി വരണേ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ കുടുംബാദികളും വന്നു, എല്ലാ സഹോദരങ്ങളും വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നതായ ഖബറിന്റെ ഓരത്തേക്ക് ഒരാളും കടന്നു വരുന്നില്ല. ആ ഖബറല്ലാത്ത ബാക്കിയുള്ള കോടാനുകോടി ഖബറുകളിൽ മുഴുവനും കുടുംബാദികൾ വന്നു നിൽക്കുകയാണ്. ഈ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ സമീപത്തേക്ക് ദൂരെ നിന്ന് ഒരു ഉമ്മ കടന്നു വരികയാണ്. വഹിയ മുതവക്കിയതൻ അലാ സാ, ഒരു വടി ഊന്നിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുചാരത്തേക്ക് പാവപ്പെട്ട ഉമ്മ കടന്നു വരുമ്പോ ഹബീബായ നബി തങ്ങൾ ഉമ്മയോട് ചോദിക്കുന്നു, മൻഹാദാ, ഈ കിടക്കുന്നത് ആരാണ് ഉമ്മ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനാണ് നബിയേ. ഹാദാ ഖുറത്തു ഐനി, ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ ജീവന്റെ തുടിപ്പാട്, ഇതെന്റെ എല്ലാമായ പൊന്നുമോനാണ്. ആ ഉമ്മ തുറന്നടിച്ച് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ആ ഖബറിന്റെ സമീപത്തേക്ക് വന്ന് നിൽക്കുമ്പോ ഉമ്മയോട് റസൂലുള്ളാഹി പറയുകയാണ്, അല്ലയോ ഉമ്മ, ഇർഹമീ തുർഹമീ,
നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെന്ന് കരുണ ചെയ്യണേ, നിങ്ങൾക്ക് നാളെ മഹ്ശറിൽ കരുണ ചെയ്യപ്പെടുമേ. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ? ആ ഉമ്മ പറയുന്നു, ഇല്ല, എന്റെ മോന് ഞാൻ കരുണ ചെയ്യൂല, അവന് ഞാൻ പുറത്തു കൊടുക്കൂല. എന്തേ കാരണമെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളോട് ഉമ്മ കണ്ണുകൊണ്ട് പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്. അനുയായികൾ മുഴുവൻ കേൾക്കുകയാണ്. കള്ളു കുടിച്ചുകൊണ്ട് വീടിന്റെ വെത്തളത്തിലേക്ക് കടന്നു വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളെയും ഇടിക്കാനും തൊഴിക്കാനും കുടുംബ ബന്ധങ്ങൾ ശൈഥില്യപ്പെടുത്താനും നിൽക്കുന്ന സഹോദരങ്ങളെ, പ്രവാസ ജീവിതത്തിൽ അല്പം കള്ളു കുടിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞു ഇത്തിഹാദ് ഫ്ലൈറ്റിലും കാണുന്ന ഫ്ലൈറ്റുകളും ഒഴിച്ചു വരുന്ന എയർ ഹോസ്റ്റസിന്റെ സുന്ദരമാകുന്ന വീഞ്ഞുണഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന സഹോദരങ്ങളെ, അറിയണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ആ ഉമ്മ പറയുകയാണ്, നബിയേ നബിയേ, ഇവൻ കള്ളു കുടിക്കുന്ന മകനാണ് നബിയേ, കള്ളു കുടിക്കുന്ന മകനാണ് നബിയേ. എനിക്കൊരൊറ്റ മകനേയുള്ളൂ, അത് ഈ മകനാണ്. ഇവൻ കള്ളു കുടിച്ചുകൊണ്ട് എന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. മതോന്മത്തനായിട്ട് കഴുത്തിലേക്ക് കടന്നു വന്ന ഇവൻ ശക്തമായി എന്നെ അടിച്ചു നബിയെ, ശക്തമായി എന്നെ അടിച്ചു നബിയെ. അല്ലാഹുവിന്റെ റസൂലിലേക്ക് ഇടത് കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ലോകത്തിന്റെ നായകനോട് പറയുകയാണ്, എന്റെ ഈ കയ്യവൻ ഒടിച്ചു കളഞ്ഞു നബിയെ, എന്റെ കയ്യവൻ തിരിച്ചു ഒടിച്ചു കളഞ്ഞു യാ റസൂലല്ലാഹ്. ഇന്നലകൾ നടന്ന ചരിത്രമല്ല, 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിത കാലഘട്ടത്തിൽ, ലോകത്തിന്റെ നായകന്റെ കാലഘട്ടത്തിൽ നടന്ന ചരിത്രമാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അനുയായികൾ മുഴുവനും കേട്ടു നിൽക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ. കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഇവൻ എന്നെ ഇടിച്ചു നബിയെ, എനിക്ക് പ്രശ്നമല്ല. അടിച്ചു നബിയെ, എനിക്ക് പ്രശ്നമല്ല. തൊഴിച്ചു നബിയെ, എനിക്ക് പ്രശ്നമല്ല. എന്റെ കയ്യവൻ തിരിച്ചു ഒടിച്ചു കളഞ്ഞു നബിയെ. അല്ലാതെ വേദന വന്നപ്പോ ഫഖുൽതു, ഞാനവനെതിരെ ദുആ ചെയ്തു. ലാലാ റളിയല്ലാഹു അൻക, ലാലാ റളിയല്ലാഹു അൻക. അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരാതിരിക്കട്ടടാ, അല്ലാഹു നിനക്ക് പൊരുത്തപ്പെട്ടു തരാതിരിക്കട്ടടാ. എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ ദുആ ചെയ്തു പോയി നബിയെ, ഞാൻ ദുആ ചെയ്തു പോയി നബിയെ, ഞാൻ ശപിച്ചു പോയി നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആ പാവപ്പെട്ട ഉമ്മ, വൃദ്ധയാകുന്ന ഉമ്മ, ഒരു വടി പിടിച്ചുകൊണ്ട് കുഞ്ഞു വന്നിരിക്കുന്ന ഉമ്മ പറയുമ്പോ ഫളറബനി ലറബൻ ശദീദാ. ഹബീബായ നബി തങ്ങളും സഹാബത്തും അത് കേട്ടുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഒരു മകൻ തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ഇങ്ങനെ ചെയ്യുമോ? വാപ്പയോട് ഇങ്ങനെ ചെയ്യുമോ? റസൂലുള്ള കരഞ്ഞു പോവുകയാണ്. അനുയായികൾ അത് കേട്ടുകൊണ്ട് കരച്ചിലാണ്. ഹബീബായ നബി തങ്ങൾ ആ ഉമ്മയോട് പറയുന്നു, ഉമ്മ, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, ആ ഖബറിലേക്കൊന്ന് നിങ്ങളുടെ കാതൊന്ന് വെക്കണേ, നിങ്ങൾ ആ ഖബറിലേക്ക് കാതൊന്ന് വെക്കണേ. പ്രവാസ ജീവിതം നയിക്കുന്ന മകനോട് എനിക്കെന്ന് കഅബയുടെ കില്ല പിടിക്കണം, എനിക്കെന്ന് പരിശുദ്ധമാകുന്ന ഹജറുൽ അസ്വദ് ചുംബിക്കണമെന്ന് ഉമ്മ പറയുമ്പോ 22 വയസ്സുള്ള പൊന്നുമോന് ഒന്ന് ഗൾഫിൽ വിസ കിട്ടണേ എന്ന് നൊന്ത് ദുആ ചെയ്ത ഉമ്മ, ദർഗകളിൽ പോയി മുട്ട നേർച്ച നേർന്നതായ ഉമ്മ, ഒരുപാട് മക്ബറുകളിൽ പോയി പൊട്ടിക്കരഞ്ഞ ഉമ്മ, ഒരുപാട് ഉസ്താദുമാരെ കൊണ്ട് തന്റെ പൊന്നുമോനൊരു ജീവിതം ഉണ്ടാകണമെന്ന് ആശവച്ച ഉമ്മ, അവസാനമായിട്ട് ഉമ്മയെ വിളിച്ചുകൊണ്ട് പ്രവാസത്തോകത്തേക്ക് കൊണ്ടുപോവുക. സൗദിയിലുള്ള പൊന്നുമോന്, അബൂദാബിയിലുള്ള പൊന്നുമോന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കൊണ്ടുവന്നിട്ട് അബൂദാബിയിൽ നിന്നൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആണ് ഉമ്മ എന്ന് പറഞ്ഞിട്ട് അവസാനം കൊണ്ടുവരുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഭാര്യ, അവൾ പൂർണ്ണ ഗർഭിണിയാണ്. ഉമ്മയെ ആക്കിയ മക്കളിൽ
മക്കളില്ലയോ? ഉമ്മയെ ആയിയാക്കിയ മക്കളില്ലയോ? പറയാതിരിക്കാൻ പറ്റുകയില്ല. പ്രവാസികളാകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ്, നിങ്ങൾ പാരത്രിക ലോകത്ത് എന്നോടൊപ്പം സ്വർഗത്തിലുണ്ടാകണമെന്ന് ആശ വെച്ചിട്ടാ കുമ്മരമുസാദ് പറയുന്നത്. നിങ്ങൾ എന്നെ വെറുത്താലും വേണ്ടില്ല, ഉമ്മയെ ആയിയാക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ല. 20ഉം 22ഉം വയസ്സ് വരെ നിനക്ക് ഭക്ഷണം വെച്ച് വിളമ്പി, നിനക്ക് ആഹാരം തന്ന്, നിന്നെ പഠിപ്പിച്ച് വലുതാക്കി, നിന്നെ ഉന്നത വിദ്യാഭ്യാസമുള്ളവനാക്കി, നിനക്ക് വേണ്ടി ജോലി കിട്ടണേ റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചു പറയായ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, തഹജ്ജുദിന്റെ രാവിൽ നീ നമസ്കരിക്കാതെ നീ ഉറങ്ങുമ്പോ ഉമ്മ എണീറ്റുകൊണ്ട് നിനക്ക് വേണ്ടി എണീറ്റുകൊണ്ട് ദുആ ചെയ്തില്ലയോ? ആ ഉമ്മയുടെ ഉത്തരം കൊണ്ടല്ലയോ നിനക്ക് സുന്ദരമാകുന്ന ജോലി കിട്ടിയത്, നിനക്ക് സുന്ദരമാകുന്ന ഭാര്യയെ കിട്ടിയത്. നിനക്കതാ മക്കളുണ്ടാകാൻ സമയമായപ്പോ 9 മാസം പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ നീ പ്രവാസ ലോകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ആ ഉമ്മയെ കൂടി വിളിക്കുകയാണ്. ഉമ്മയ്ക്കതാ ഒരു വിസ വന്നിട്ടുണ്ട്, അബുദാബി വഴി കണക്ഷൻ പ്ലേറ്റ് ആണ്. നേരെ ഉമ്മയ്ക്ക് സൗദിയിൽ പോയി സുന്ദരമായ ഉംറ നിർവഹിക്കാമെന്ന് ഉമ്മയെ വിളിച്ചു കൊണ്ടുപോകുന്നവരെ നാട്ടുകാരറിയുന്നില്ല, കുടുംബക്കാരറിയുന്നില്ല, അയൽവാസികൾ അറിയുന്നില്ല, സഹോദരങ്ങൾ അറിയുന്നില്ല. എല്ലാവരും കരുതി ആ ഉമ്മയ്ക്ക് ഹജ്ജിന് കിട്ടി, മകൻ എന്തൊരു നല്ലവനാണ്, മകൻ നല്ലവനാകാൻ ചമഞ്ഞതാണ്. നാട്ടുകാരറിയുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ ഉമ്മാതാ സലാം ചൊല്ലിയിട്ട്, ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകിയിട്ട്, ആലിമീങ്ങൾക്ക് കൈമടക്ക് കൊടുത്തിട്ട് നാട്ടിൽ നിന്ന് ഉമ്മ യാത്ര ചെയ്യുമ്പോ അബുദാബിയിലെത്തിയ ഉമ്മയോട് മകൻ പറയുന്നു, ഉമ്മ പെര നിറഞ്ഞു നിൽക്കുന്ന പൊന്നുമോളെ പോലെ എന്റെ ഭാര്യ നിറഞ്ഞു നിൽക്കുകയാണ് ഉമ്മ. ഉമ്മയുടെ മുന്നിൽ ആ പെണ്ണിറങ്ങി വരുമ്പോ ഉമ്മയതാ 2 കൈ നീട്ടിയും സ്വീകരിക്കുന്ന ഉമ്മ. ഒരു മടിയുമില്ല, ഒരു വിഷമവും ഉമ്മ പറയില്ലെങ്കിൽ പോലും നീ ഒരിക്കലും ചെയ്യരുത് പൊന്നുമോനെ, നീ ഒരിക്കലും ചെയ്യരുത് പൊന്നുമോനെ. ഹബീബായ നബി തങ്ങൾ ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുകയാണ്, ഉമ്മ പുറത്തു കൊടുക്കൂല എന്ന് പറയരുത് ഉമ്മ, ഖബറിലേക്കെന്ന് കാതെന്ന് വെച്ചെന്ന് കേൾക്കണേ, ഖബറിന്റെ നൊമ്പരമെന്നറിയണേ. ഉമ്മ കയ്യിലിരിക്കുന്ന വടിനിലത്തിടുന്നു, വേച്ചുകൊണ്ട് ഖബറിലേക്ക് ചെല്ലുകയാണ്. ഖബറിന്റെ ഓരത്തങ്ങ് കാതങ്ങ് വെക്കുകയാണ്. അല്ലാഹ്, ആ ഖബറിൽ നിന്ന് വല്ലാത്തൊരു ശരീരിയാണ്. അൽ അമാൻ, അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ അവിടെ നിന്ന് രക്ഷിക്കണേ റസൂലേ, എനിക്കൊരു നിർഭയത്വം നൽകണേ അള്ളാന്റെ ശിക്ഷയിൽ നിന്ന്. നരകം എന്റെ മുകളിലുണ്ട്, നരകം എന്റെ കാൽച്ചുവട്ടിലുണ്ട്, നരകം എന്റെ വലതുഭാഗത്തുണ്ട്, നരകം എന്റെ ഇടതുഭാഗത്തുണ്ട്, തീ കൊണ്ട് എന്നെ കരിക്കപ്പെടുകയാണെന്ന് ആ വല്ലാത്ത ഒരു കരച്ചിലങ്ങ് ഉമ്മ കേട്ടപ്പോ ഹൃദയത്തിൽ രോഷമുള്ളതാകുന്ന ഉമ്മയുടെ ഹൃദയത്തിലേക്ക് ആർദ്രത കടന്നു വരുകയാണ്, മകനോടുള്ള സഹിഷ്ണുത കടന്നു വരുകയാണ്, മകനോടുള്ള വാത്സല്യം കടന്നു വരികയാണ്. ഉമ്മ ഉടനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് റളീതു ബിബ്നി, എന്റെ മകനെ ഞാൻ പുറത്തു കൊടുത്തു നബിയെ, ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയെ എന്ന് ആ ഉമ്മയങ്ങ് പറയുമ്പോ ഖബറിനകത്ത് നിന്ന് വീണ്ടും ശബ്ദം കേൾക്കുകയാണ്, യാ ഉമ്മ ഇൻസരിഫി വഅബ്ശിരി ഫഖദ് റഹിമല്ലാഹു ലീ. ഉമ്മ സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോകണേ, അള്ളാഹു എനിക്ക് നിങ്ങളുടെ പുറത്തു കൊടുക്കൽ കാരണമായി കരുണ ചെയ്തിരിക്കുന്നു ഉമ്മ. എന്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങളോട് അവസാനമായ കുമ്മനമുസാദ് ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന വചനമുണ്ടാകരുത്, വെറുപ്പിക്കുന്നതാകുന്ന സ്വഭാവം ഉണ്ടാകരുത്. എത്ര വയസ്സ് കഴിഞ്ഞാലും 60ഉം 70ഉം വയസ്സിലേക്ക് എത്തുമ്പോ അവർ അത്തും വിത്തിന്റെ കോലഘട്ടത്തിലാണ്. അവർ പലതും നമുക്ക് ദേഷ്യമുണ്ടാകുന്നത് പറയും, എന്നാൽ പോലും ഒരിക്കലും അവരോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഒരിക്കലും അവരോട് നിങ്ങൾ അനാവശ്യം പറയരുത്. വലാ തഖുൽ ലഹുമാ ഉഫ് വലാ തൻഹറുഹുമാ. അവരോട് ചെയ്യുന്ന വാക്കും പറയാൻ പാടില്ല, അവരെ ആട്ടി വരട്ടാനും പാടില്ല. വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും പെട്ടു, കണ്ണുകൊണ്ട് പേടിപ്പിക്കുന്നതും പെട്ടു. അങ്ങനെ ഉണ്ടല്ലോ,
ഇപ്പോഴത്തെ സഹോദരങ്ങളൊക്കെ ഉമ്മ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുമ്പോൾ അയൽവാസികളോട് പറയുന്നുണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ ദേഷ്യം കാണിക്കും. ഉമ്മ പേടിച്ച് അവിടെ അനങ്ങാതിരുന്നോണം, വാപ്പ മിണ്ടാതിരുന്നോണം. വാപ്പായും ഉമ്മയും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന സ്ഥലങ്ങൾ എവിടെയുള്ളത്? ഒരു സ്ഥലമില്ലല്ലോ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഒരു സഹാബി കടന്നു വരുമ്പോൾ വാപ്പയുടെ മുന്നിലൂടെ നടന്നു വരിക. പ്രവാചകൻ ചോദിച്ചു, ഇതാരാ ഇത്? പറഞ്ഞു, വാപ്പയാണ്. ഒരിക്കലും ലാ തംശി അമാമഹു വലാ തഖഉദു കഅബല ഖുഊദിഹി ശഫീഉനാ റസൂലുള്ളാഹി. വാപ്പയുടെ മുന്നിലൂടെ നീ നടക്കല്ല, വാപ്പ ഇരിക്കുന്നതിന് മുമ്പ് നീ ഇരിക്കല്ല സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നിപ്പോൾ സ്റ്റാറ്റസ് വെച്ച് മക്കൾ അളക്കുക, എഞ്ചിനീയറിംഗും MBBS ഒക്കെ നേടി എൻ്റെ മുന്നിൽ വാപ്പ എന്ത്? വാപ്പ വെറും സാധാരണക്കാരൻ, നിസ്സാരൻ. അതുകൊണ്ട് എനിക്കിരിക്കാം, എനിക്ക് നടക്കാം, എനിക്ക് വാപ്പയുടെ മുന്നിൽ മറ്റുള്ളവരുടെ അഭിപ്രായം പറയാൻ പാടില്ല. നിന്റെ വാപ്പ ഒരു പക്ഷേ അറിവ് കൊണ്ട് കുറഞ്ഞവനായിരിക്കാം, പക്ഷെ നിന്നേക്കാൾ മുതിർന്നവനാണെന്ന് മാത്രമല്ല, നിന്നേക്കാൾ ഒരുപാട് ദീനിയായ വിഷയങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും ആദർശങ്ങൾ ഒരുപാട് പഠിച്ചിട്ടില്ലെങ്കിലും അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമും ആ വാപ്പയെ ബഹുമാനിച്ചു എന്നുള്ളതാണ്. വാപ്പയെ ബഹുമാനിക്കാൻ വേണ്ടി ദീൻ പറഞ്ഞു. അതെത്ര പ്രായമുള്ള വ്യക്തിയായാലും ശരി, എത്ര കുറുകിയവനായാലും ശരി, പൊക്കം കൊണ്ട് കുറിയവനാകട്ടെ, അറിവ് കൊണ്ട് കുറിയവനാകട്ടെ, അവനെ ബഹുമാനിക്കാൻ പരിശുദ്ധ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ നമ്മളുടെ ദുനിയാവ് നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. പ്രവാസ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും നമ്മുടെ വാപ്പയെ വിളിക്കാതിരിക്കാൻ മറക്കരുത്. എല്ലാ ദിവസവും വിളിക്കണം. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖിദ്മത്ത് എടുക്കേണ്ടത്, അല്ല മരിച്ചുപോയതിനു ശേഷം യാസീനോ ദീപത് അന്നുമല്ല. ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്റെ അടുക്കൽ എത്തിച്ചാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം നിനക്കൊന്നുമില്ല. നീ ഖിദ്മത്ത് എടുത്തു കൂടണേ. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, നിന്റെ അടുക്കൽ പ്രായമുള്ള സമയത്തെത്തിച്ചാൽ ആ സമയത്ത് കിട്ടുന്നതാകുന്ന ഖിദ്മത്തിനാണ് വലിയ കൂലിയുള്ളത്. അല്ല വാപ്പായുമ്മ മരിച്ചുപോയി ഉസ്താദ്, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു സഅദ് റളിയല്ലാഹുവിനോട്, നീ എന്ത് ചെയ്യുക? ഉമ്മാക്ക് വേണ്ടി ഒരു കിണർ കുഴിച്ചു കൊടുക്ക്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാരിയായ സ്വതക്കയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കുന്നു, ദീനി കലാലയത്തിന് വേണ്ടി കൊടുക്കുന്നു, മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് കൊടുക്കുന്നു. അതൊക്കെ നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന അമലാണ്, ജാരിയായ സ്വതക്കയിൽപ്പെട്ടതാണ്. വാപ്പയ്ക്ക് വേണ്ടി വാപ്പയുടെ കുടുംബക്കാർ, വാപ്പയുടെ സഹോദരങ്ങൾ, വാപ്പയുടേതാകുന്ന ഏറ്റവും അടുത്ത കൂട്ടുകാർ അല്ലെങ്കിൽ ഉമ്മയുടെ കൂട്ടുകാരികൾ, അവരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവർക്ക് വേണ്ടുന്ന എന്തും ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിച്ചതാണ്, തൃപ്തിപ്പെട്ടതാണ്. മരിച്ചു പോയതിനു ശേഷം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവരോട് നന്മ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ? അതാണ് ഏറ്റവും വലിയ ഗുണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാപ്പ വിളിച്ചു, മകൻ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയും വിളിച്ചിട്ടുണ്ടെന്ന് പറയും. ഏതുമ്മയെ പറയാത്ത വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത്? പ്രവാസ ജീവിതം നയിക്കുന്നതാകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉമ്മയെ എല്ലാവരും ചോദിച്ചോളി, വിളിച്ചിട്ടുണ്ടോ? മകൻ വിളിച്ചിട്ടുണ്ടെന്ന് പറയുള്ളൂ. ഉമ്മ തൊട്ടപ്പുറത്തോട്ട് മാറിയിരുന്ന് തേങ്ങുന്നുണ്ടാകും, എൻ്റെ മകൻ വിളിച്ചിട്ട് ദിവസങ്ങളായി. ഭാര്യയെ വിളിക്കുന്നുണ്ട്, കൂട്ടുകാരെ വിളിക്കുന്നുണ്ട്, അവൻ്റെ കുടുംബാദികളെ വിളിക്കുന്നുണ്ട്. ഉമ്മയും ഉപ്പയും മറക്കുന്ന കാലഘട്ടം ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതം അള്ളാഹു സന്തോഷകരമാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുണ്ടാകും, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്നും വഴിവിളക്കായി നമുക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാവട്ടെ. ധാരാളം പേർക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ഇതിനുണ്ട്. നിങ്ങൾക്ക് നൽകിയ സ്ലിപ്പ് ഇറങ്ങിപ്പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് വാദിക്കൽ നമ്മുടെ സാഹിബ് ഉണ്ടാവും, അവിടെ വാദിക്കാലുണ്ടാവും. ഇൻഷാ അല്ലാഹ് അവരെ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് എണീറ്റൊന്ന് മുമ്പോട്ടൊന്ന് നിന്ന്, ബുദ്ധിമുട്ടില്ലെങ്കിലും എല്ലാവരും ഒന്ന് ഫ്രണ്ടിലോട്ട് വാ. ബിസ്മില്ലാ. സഹോദരങ്ങളൊക്കെ എല്ലാവരും മാതാപിതാക്കൾക്ക് വേണ്ടിയും സാലിഹായ സന്താനങ്ങൾക്ക് വേണ്ടിയും ആഖിറും രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യുക. അബൂബക്കർ കുഞ്ഞിമൂപ്പൻ അമ്മേഷൻ ICUവിലാണ് ദുആ ചെയ്യുക. കുട്ടികളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സഹോദരൻ, ഉമ്മാൻ്റെ മൂത്ര സംബന്ധമായ രോഗം മാറിക്കിട്ടാൻ ദുആ ചെയ്യാൻ, മക്കളുടെ പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാൻ വേണ്ടി. 15 കൊല്ലമായിട്ട് മകൾ 15 കൊല്ലമായിട്ട് മരുമകൾ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. ജോലിക്ക് ബുദ്ധിമുട്ടുണ്ട്, അത് റാഹത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. എല്ലാവരും ഒരു 2 സ്വലാത്ത് ചൊല്ലിക്കുക. ബിസ്മില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. മരുമകൻ്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടി
ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്ഥൈല, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ലാ ഹൗല, ലാ ഹൗല നമുക്കറിയാം. ഹയ്യാലസ് സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചെല്ലണം. എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. നമ്മളധികം ആൾക്കാരും മൈൻഡ് ചെയ്യലില്ല. അത് ചെല്ലേണ്ട പദമാണ്. ആ പദം ബിസ്മി ചേർത്ത് ചെല്ലണം. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വാവ് കൂടി അത്തുഫാക്കി ചേർത്തിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. എല്ലാ സഹോദരങ്ങളും ചെല്ലിക്ക്, സഹോദരിമാരുൾപ്പെടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇത് ചെല്ലിയാലുള്ള ഗുണം എന്താ? എപ്പോഴും സാമ്പത്തിക ഭദ്രത നമുക്കുണ്ടാവും. കടം ഉണ്ടാവൂല. ഇത് നിത്യമായിട്ട് ജീവിതത്തിലാണ്. ഒറ്റ ദിവസം മുടങ്ങാൻ പാടില്ല. 101 പ്രാവശ്യം ചെല്ലണം. മറ്റൊരാളുടെ മുന്നിൽ ഒരു 500 രൂപയും കൊണ്ട് താട്ടടാ, ഇല്ലെങ്കിൽ ഒരു 5000 കൊണ്ട് താട്ടാ, 500 ദിർഹം 1000 ദിർഹം കൊണ്ട് താ എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാവൂല. അള്ളാഹു നമുക്ക് സാമ്പത്തിക ഭദ്രത നിലനിർത്തുമാറാവട്ടെ. അതിനെന്ത് വേണം? ഈ ദിക്ർ ചെല്ലണം. എങ്ങനെ ചെല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്, ഒരാൾക്കൊന്നുമല്ല, ഒരുപാട് ആൾക്ക്. ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി. ലാ ഹൗല എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ നിധിയിൽപ്പെട്ട നിധിയാണ്. നിങ്ങൾ അറിയാതെ പോകരുതേ. സയ്യിദുനാ റസൂലുള്ളാഹി. ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്ഥൈല, അതിനൊരു ശക്കുമില്ല, ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. അലസത മൂലത് ഒഴിയാൻ പാടില്ല. എത്ര ജീവിത തിരക്കാണ് ശരി, കടയിലിരിക്കുക, കസ്റ്റമറൊന്നുമില്ല, ആരുമില്ല, അങ്ങോട്ട് ചൊല്ലിക്കൂടെ, എത്ര വേണേലും ചൊല്ലിക്കോളെ. ചുരുക്കത്തിൽ ഒരു ദിവസം കുറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് 101 ചെല്ലണം. സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെ മക്കളുണ്ടെങ്കിൽ അവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹു കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ദിക്റിലൂടെ നമ്മുടെ നാവ് നനയട്ടെ. പ്രവാചകൻ പറഞ്ഞതുപോലെ നല്ല മാസമാണ് ശഅബാൻ മാസം, റമളാൻ മാസമാണ് നമ്മളിലേക്ക് അടുത്തു വരുന്നത്. സുന്നത്ത് നോമ്പുകൾ പിടിച്ച് ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ റമളാനിൽ നമ്മൾ വരവേൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസങ്ങൾ അള്ളാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. പുണ്യമാക്കപ്പെട്ട റമളാൻ നമ്മളിലേക്ക് അള്ളാഹു എത്തിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما ثنيت فلك الحمد ولك الشكر حتى ترى الله. سبحان الأبدي الأبدي، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على سيدنا محمد، شجرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف الصورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاصطفائية، صاحب القبضة الأصلية والبهجة السنية والرتبة العلية، من اندرجت النبيون تحت لوائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت برحمتك يا الله يا أرحم الراحمين. أرحم الراحمين يا الله ഞങ്ങളതീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ ഒരുമിച്ചുകൂടൽ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ
ദീനിയായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിനടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹന്തയെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറ് കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർക്ക് ഒരുപാട് നിയ്യത്തുകളുണ്ട് റബ്ബേ. പലരും പലവിധ നിയ്യത്തുകൾ പറഞ്ഞു കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അവരുടെ നിയ്യത്തുകൾ നീ ഖബൂലാക്കണേ അല്ലാ. നീ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട് റബ്ബേ. ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ നീ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അത് ദീനുപകരിക്കുന്ന മാർഗത്തിലൂടെ ചെലവഴിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ലാഭം നൽകണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. ഖൈറായ നിലയ്ക്ക് ഞങ്ങളുടെ ജോലിയാക്കണേ അല്ലാ. ലോകമെന്ന മനുഷ്യനെ സാമ്പത്തിക സ്കെയിൽ കൊണ്ട് അളക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് റബ്ബേ. ഞങ്ങൾക്ക് സാമ്പത്തികം നൽകണേ അല്ലാ. നീ സാമ്പത്തികം നൽകണേ അല്ലാ. പിറന്ന നാടും വീടും ഉപേക്ഷിച്ച് ഞങ്ങൾ ഈ മരുഭൂമിയിൽ വന്നുകൊണ്ട് കഷ്ടപ്പെടുകയാണ് റബ്ബേ. നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ചെന്നൈയിൽ നടന്നതുപോലെയുള്ള കാലവിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ദുരിതങ്ങളെ തൊട്ടും കാത്തു രക്ഷിക്കണേ അല്ലാ. സർവോപരി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹജനങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ സർവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. നീ സന്തോഷത്തിലാക്കണേ അല്ലാ. കോയക്കുട്ടി ഉസ്താദ്, ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള അലിമീങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയി റബ്ബേ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അവരുടെ ദർജ ഉയർത്തണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉലമാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ നന്നാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പവരുടെ ഖബറിലേക്ക് നീ പറഞ്ഞേക്കണേ അല്ലാ. നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രം നീ അണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ ഭുജിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നൂറോ കി ജൽവാ नूरों की झलका नूरों की महफिल जा मदीना तुझे सलाम. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന് വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ, അവിടത്തേക്ക് സലാം, അവിടത്തേക്ക് സലാം. الصلاة والسلام عليك يا سيدنا يا رسول الله. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിശുദ്ധമാകുന്ന സദസ്സിൽ വെച്ച് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരിൽ നിന്ന് മദീനയിലെ രാജകുമാരൻ ഹുബ്ബേ ഖദറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന മുത്തുനബിയുടെ തിരുചാരത്തേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാഹ്.
അതിലൂടെ അവിടുത്തെ തിരുനോട്ടം നൽകണേ റബ്ബേ, അവിടുത്തെ മദദ് നൽകണേ അല്ലാ, അവിടുത്തെ കാവൽ നൽകണേ റബ്ബേ, അവിടുത്തെ തണലിലായി ഞങ്ങളുടെ ജീവിതം വഴി നടത്തണേ അല്ലാ, അവിടുത്തെ തണലിലായി ഞങ്ങളുടെ മരണവും സാധ്യമാക്കണേ അല്ലാ, സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി തുണക്കണേ അല്ലാ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ